ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജാമി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ഫലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, വളരെ ശ്രദ്ധേയമായ ഒരു കാൽവയ്പ്പാണ് നിങ്ങളുടേത്. എന്നാൽ എന്തിന് സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഭാരതീയ ചിന്തയെ പഠിക്കണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലാണ് പഠിക്കാനുള്ള വഴികൾ തെളിഞ്ഞു വരിക. മതപരമായ തലങ്ങളിൽ ഒന്നുകിൽ ഇതര മതവിഭാഗങ്ങൾക്കെതിരെ സംഘടിക്കുന്നതിന്, അതിന് പര്യാപ്തമായ യാതൊന്നും ശരിയായ അർത്ഥത്തിൽ സനാതനധർമ്മത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ പഠനം പലപ്പോഴും പകുതി വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം ഭാരതീയ ചിന്ത ഒന്നാമത് സംഘടിതമാകുവാൻ പര്യാപ്തമായിട്ടല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ തകരാറെന്ന് ഞാൻ പറയുന്നത് ഇന്നത്തെ നിലയിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഏതാണ്? ഇന്നലത്തെ നിലകളിൽ ഒന്നാമത് വ്യക്തികൾ അല്ലെങ്കിൽ വിശിഷ്യ സംഭവിക്കുന്നവയാണ് എല്ലാ ജീവജാലങ്ങളും. അതുകൊണ്ട് വിശേഷവിധിയായി ഒരെണ്ണം സംഭവിച്ചാൽ അതിൻ്റെ യാത്ര തികച്ചും ഏകാന്തത്തിലാണ്. എല്ലാ ധർമ്മങ്ങളും വ്യക്തിയിൽ വിശിഷ്ടമായാണ് സംഭവിക്കുന്നത്, സാമൂഹികമല്ല. ഈ കാഴ്ചപ്പാടിലാണ് ഭാരതീയ ചിന്ത ആവിർഭവിച്ചിട്ടുള്ളത്, നിലനിന്നിട്ടുള്ളത്, വളർന്നിട്ടുള്ളത്. പക്ഷെ ഇന്നാകട്ടെ സമൂഹമെന്ന നിലയിലാണ്, സംഘടിതമെന്ന നിലയിലാണ് ലോകം മുന്നേറുന്നത്. ഇത് പ്രത്യേകിച്ചും പാശ്ചാത്യ സംഭാവനയാണ്. അതുകൊണ്ട് ഇന്ന് ഭാരതീയർ കൈകാര്യം ചെയ്യുന്നത് പ്രാതസ്മരണീയനായ, ബഹുമാന്യനായ, ആചാര്യവര്യനായ സ്വാമി വിവേകാനന്ദനെ, അദ്ദേഹത്തിൻ്റെ 150ാം ജന്മദിനമാണിപ്പോൾ കഴിഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ ബേസ് ചെയ്തുള്ള ഒരു സങ്കല്പത്തിൻ്റെ വളർച്ചയാണ് ഇന്ന് നാം സനാതനധർമ്മം എന്ന പേരിൽ കാണുന്നത് അധികവും. അദ്ദേഹത്തിൻ്റെ ആസേതു ഹിമാചലമുള്ള യാത്രയുടെ അടിസ്ഥാനത്തിലും ചിന്തയുടെ അടിസ്ഥാനത്തിലും ആണ് ഭാരതീയർ സംഘടനയെക്കുറിച്ച് ആദ്യമായി ചിന്തിക്കുന്നത്. അതിനുള്ള ബീജങ്ങൾ ഭാരതീയമല്ല. സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, തികച്ചും പാശ്ചാത്യമാണ്. സ്വാമിജി പാശ്ചാത്യ ലോകത്ത് ചെല്ലുമ്പോൾ സ്വാമിജിയെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ സംഘടനാ പാഠവും. അതവരുടെ ജനിതകത്തിലുള്ളതാണ്. ഭാരതീയർക്കാകട്ടെ അവരുടെ ജനിതകങ്ങളിൽ സംഘടിച്ചു മുന്നേറുവാനുള്ളതൊന്നും ഇല്ല.
പരസ്പരം യോജിക്കുവാനുള്ളതൊന്നുമില്ല. കാരണം മനുഷ്യൻ യോജിക്കുന്നതും ചേരുന്നതും ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 തലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനെ പ്രാചീനരുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ വിശദീകരിച്ച് പറയാം, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യ അധ്യാസം. ഇതിനെയാണ് ജാഗ്രത് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ സാങ്കേതിക ശബ്ദം. സാങ്കേതിക ശബ്ദം കേട്ട് വിഷമിക്കണ്ട. കാരണം നിങ്ങൾ ഒട്ടേറെ സാങ്കേതിക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നിയമത്തിൽ ആൻഡ്, ഓറ്, ഇതിനൊന്നും ഭാഷയിലെ ആൻഡിൻ്റെയും ഓറിൻ്റെയും ഒന്നും അർത്ഥമല്ല എന്ന് വ്യക്തമായി അറിയുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് എന്നെ ഫോളോ ചെയ്യാൻ പറ്റും എളുപ്പത്തിലെന്നാണ് എൻ്റെ വിശ്വാസം. Am I right? അതുകൊണ്ട് സാങ്കേതിക ശബ്ദങ്ങൾ ഇല്ലാതെ ഒരു ശാസ്ത്രം പഠിക്കാനാവില്ല. സാങ്കേതിക ശബ്ദങ്ങളാകട്ടെ അതിൽ താല്പര്യമുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്നതുമാണ്, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ കാണുന്ന വിഷയങ്ങളെ കാണുന്നു. ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത് മുതൽ നമ്മൾ കാണുന്നത് വിഷയത്തെ ആസ്പദമാക്കിയല്ല. വിഷയങ്ങളിലെല്ലാം നമ്മെ ആകർഷിക്കാനുള്ള ഒരു ദേവത ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഭാരതീയ ചിന്ത. അതേപോലെ തന്നെ ആ വിഷയത്തെ ആകർഷിക്കാനുള്ള ഒരു ദേവത നമ്മിലും ഇരിപ്പുണ്ടെന്നാണ് ഭാരതീയ ചിന്ത. ഇത് രണ്ടും ചേർന്ന് നടക്കുന്ന സംവേദനം ഏകാന്തവും രഹസ്യവും ആണ്. അതുകൊണ്ടാണ് വ്യക്തികൾ വിഭിന്നരായിത്തീരുന്നത്. കണ്ണുകൾ ഭൗതികമാണ്, ചെവി ഭൗതികമാണ്, വിഷയങ്ങൾ ഭൗതികമാണ് എന്ന് പഠിച്ച ആധുനികർ എന്തുകൊണ്ടാണ് വിഷയം പ്രതി വ്യത്യസ്തരാകുന്നത്? ഒരാളെ കൊല്ലുന്നവൻ മനുഷ്യനാണ്, കൊല്ലുന്നവനെ പിടിച്ചുകൊണ്ടുവരുന്ന പോലീസ് മനുഷ്യനാണ്, അവനു വേണ്ടി വാദിക്കുന്നവൻ മനുഷ്യനാണ്, അവനെതിരായി വാദിക്കുന്നവൻ മനുഷ്യനാണ്, അവനെ വിധിക്കുന്നവൻ മനുഷ്യനാണ്. പക്ഷെ ഇവരെല്ലാം വ്യത്യസ്തരുമാണ്. Am I right? ശരിയായിരിക്കുമോ? എങ്ങനെയാണ് ഈ വ്യത്യാസം നിലനിൽക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ വ്യത്യാസമാണ് നിലനിൽക്കുന്നത്. ഇവിടെ എല്ലാ ആളുകൾക്കും ചേർന്ന് ഒരു തൊപ്പി ഉണ്ടാവില്ല. അതുകൊണ്ട് നിരന്തരമായ കർമ്മങ്ങളുടെ, പ്രാചീനൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 84 ലക്ഷം ഭിന്ന ഭിന്ന ജനനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഒരു മനുഷ്യജന്മമെന്ന് പറയുമ്പോൾ 84 ലക്ഷം ജന്മങ്ങളുടെ സ്മരണകൾ പല രൂപത്തിൽ ഒളിഞ്ഞിരിക്കുന്ന 84 ലക്ഷം ഭിന്ന ജീവൻ്റെ ഇൻ്റലിജൻസ്, ദേവതയ്ക്ക് നമുക്ക് വേറൊരു പേരിടാം, ഇൻ്റലിജൻസ് ഉള്ളതാണ് ഒരു വ്യക്തി. അതിലേത് സമയത്തുണരുന്നു എന്നുള്ളത് കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളിലിരിക്കുന്ന ഇൻ്റലിജൻസും ഇതും തമ്മിലുള്ള ചർച്ചയിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഭാവങ്ങളാണ് എല്ലാ ജീവികൾക്കും ഉണ്ടാകുന്നത്. ഒന്ന് രാഗം, 2 ദ്വേഷം. രാഗമുണ്ടായാൽ കാലാന്തരത്തിൽ അത് ദ്വേഷമായും, ദ്വേഷമുണ്ടായാൽ കാലാന്തരത്തിൽ അത് രാഗമായും മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 യോഗങ്ങളാണ് ഭാരതീയർ രൂപപ്പെടുത്തുന്നത്. ഒന്ന് അനുകൂല യോഗം, 2 സംരംഭയോഗം. കൂടുതൽ ശക്തമായി സ്വീകരിക്കുന്നത് സംരംഭയോഗത്തിലേതാണ്.
ഏതിനെ കൂടുതലായി എതിർക്കുന്നു അതായിത്തീരുന്നു. എന്തിനെയാണ് നിങ്ങൾ ഏറ്റവും ശക്തമായി എതിർക്കുന്നത്? കാലാന്തരത്തിൽ നിങ്ങളുടെ എല്ലാ ഇൻ്റലിജൻസും, കൈയുടെ, കാലിൻ്റെ, മൂക്കിൻ്റെ, നാക്കിൻ്റെ ഒക്കെ ഇൻ്റലിജൻസ്, അതിനെല്ലാം പ്രത്യേക ഇൻ്റലിജൻസ് ഉണ്ട്. അതിനെയാണ് അതാതിൻ്റെ ദേവത എന്ന് പറയുന്നത്. അതിതുമായി താതാത്മ്യം പ്രാപിച്ചിട്ട് അതായിത്തീരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് കാണുന്ന ദൃശ്യങ്ങളെ ആസ്പദമാക്കി അതിൻ്റെ ഭൗതിക രൂപം, അതിൻ്റെ രാസപരിണാമങ്ങൾ, അതിൻ്റെ ഉറവിടം, അത് രൂപപ്പെട്ടിരിക്കുന്ന ഭൂതതന്മാത്രകളുടെ, അവരുപയോഗിച്ച സാങ്കേതിക ശബ്ദം പാരമണ്ഡലികളുടെ, ഒരു വസ്തുവിനെ വിഭജിക്കുമ്പോൾ അത് പൂഞ്ചികകളായി, അണുക്കളായി, ദ്വണുക്കളായി, ത്രസരേണുക്കളായി, അവയെ വീണ്ടും വിഭജിച്ചു വരുമ്പോൾ ധനാണുവായി, ഋണാണുവായി, കർഷാണുവായി, സർഗാണുവായി ഒക്കെ വിഭജന പ്രക്രിയയാണ്. ഇവിടെയുണ്ട് സീറ്റ്, ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനേക ഘട്ടങ്ങൾ ഭൗതിക വസ്തുക്കൾക്കുണ്ട്. ഇതെല്ലാം കൃത്യതയോടെ ഒരുവൻ ഭൗതികമായി മനസ്സിലാക്കുന്ന ഒരു പഠനം. അത് ഭൗതികം മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മാവ് എന്ന് ഭാരതീയർ പറയുന്നത് അവൻ കാണുകയും കേൾക്കുകയും തൊട്ടറിയുകയും ചെയ്യുന്ന അവൻ്റെ വാക്കും മനസ്സും ഇണചേർന്നുണ്ടാകുന്ന പ്രപഞ്ചത്തെയാണ്. അതിനെ രണ്ടാമത്തെ ആത്മാവെന്നാണ് പറയുക. ഭാരതീയ ദർശനങ്ങൾ നിങ്ങളെടുത്ത് പഠിച്ചാൽ 1000 വർഷം ഒരാൾക്ക് പഠിക്കാൻ അത്ര ആയുസില്ല. അത്രയേറെ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അവ അല്പം പോലും ആന്തരിക പഠനമല്ല, അന്തർയോഗമല്ല, ബഹിരംഗയോഗം മാത്രമാണ്. അവയുടെ പഠനം ആവശ്യമായി വരുന്നത് ആഗ്രഹം ഹേതുവായാണ്. ഇന്ന് ആഗ്രഹങ്ങളെ വെച്ചല്ല പഠനം നടക്കുന്നത്. രാജഭരണവും മറ്റും നടന്നിരുന്ന കാലങ്ങളിൽ ഈ പഠനങ്ങൾക്ക് ആഗ്രഹത്തിൽ പ്രസക്തിയുണ്ടായിരുന്നു. രാജഭരണത്തിൽ ജനത്തിന് പങ്കാളിത്തമുണ്ടായിരുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങളിൽ പങ്കാളിത്തം വരുന്നത് അവൻ്റെ ആവശ്യമായ ഫീസ്, അവനുള്ള കുട വടിയൊക്കെ നേരിട്ട് അവൻ അച്ഛനിൽ നിന്ന് വാങ്ങുകയും പഠിക്കാൻ പോവുകയും ചെയ്യുമ്പോൾ അവനൊരു ബാധ്യത തോന്നും. പ്രായമായവരെന്നെ ഒന്ന് സഹായിക്കണം. ഒരു 50 കഴിഞ്ഞവർ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ എനിക്ക് ഉപകാരമാണ്. 4-5 പേരുണ്ട്. നിങ്ങൾ പഠിച്ച കാലങ്ങളിൽ അച്ഛനോട് ഫീസ് വാങ്ങിച്ചു കഴിയുമ്പോൾ അച്ഛനൊന്നും പറഞ്ഞിട്ടല്ലെങ്കിലും പോയി മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ കുറ്റബോധം പോലെ. അപ്പോൾ മുറ്റത്തുള്ള ചെടിക്ക് വെള്ളം കോരണമെന്നോ, അച്ഛൻ്റെ ഒരു തുണി നനച്ചിടണമെന്നോ, അച്ഛൻ കുളിക്കാൻ പോകുമ്പോൾ റാന്തലുമായി അച്ഛൻ്റെ കൂടെ ഒന്ന് പോകണമെന്നോ, അച്ഛൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണമെന്നോ, പശുവിനെ കുളിപ്പിക്കണമെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ പറയാതെ എന്നാണ് എൻ്റെ ചോദ്യം. കൈപൊക്കിയവരോടാണ് എൻ്റെ ചോദ്യം.
അത് നിങ്ങളെ ആരും പഠിപ്പിച്ചതല്ല. കാരണം കുടുംബം എന്നതിൽ ഉത്തരദായിത്വം നിങ്ങൾക്ക് കൂടിയുണ്ടെന്ന് ആ പണം വഴി ഉണ്ടായ ഒരു ഇർണമാണത്, ഒരു കടം. ഇതാണ് പ്രപഞ്ചവുമായുള്ള മാനവബന്ധത്തിൻ്റെ മൗലിക അടിത്തറ. പിതാവിനോടുള്ള ഇർണം ബീജം മുതൽ പല വഴികളിൽ, മാതാവിനോടുള്ള ഇർണം അതിന് പിതൃ ഇർണം എന്ന് പറയും. പഠിക്കാൻ ഒരാളുടെ അടുക്കൽ ചെല്ലുന്നു, പഠിക്കാൻ ചെന്നതുകൊണ്ടോ അയാൾ പഠിപ്പിച്ചതുകൊണ്ടോ പഠിക്കില്ല. മനസ്സും തമ്മിലുള്ള സംവേദനത്തിൽ എന്തെല്ലാം പഠിപ്പിക്കാതെ പഠിച്ചെടുക്കുന്നു, അതാണ് പഠിപ്പ്. തൻ്റെ കോമൺ സെൻസ് വികസിച്ചിട്ട് പഠിപ്പിക്കുന്നയാളിൻ്റെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഗ്രഹണശക്തിയിലേക്ക് വികസിക്കുന്നതിന് ഒരു നല്ല ബന്ധം അവിടെ ആവശ്യമാണ്. അവിടെ ഒരു ഇർണമുണ്ട്. അവിടെ മാത്രമാണ് പഠനം ഉത്തരദായിത്വമുള്ളതായിത്തീരുന്നത്. യൂണിവേഴ്സിറ്റികളെല്ലാം ഇതിന് വിരുദ്ധമാണ്. യൂണിവേഴ്സിറ്റി ആക്ട് ലോർഡ് കഴ്സണാണ് കൊണ്ടുവരുന്നത്. അന്ന് അതിനെതിരെ ഭാരതമൊട്ടാകെ ആഞ്ഞടിച്ച ഒരാളേ ഉള്ളൂ. പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കാൻ വിരോധമില്ല. സിസ്റ്റർ നിവേദിത എന്നാണ് മഹതിയുടെ പേര്. കേട്ടിട്ടുണ്ടാവുമോ? കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സിസ്റ്റർ നിവേദിതയ്ക്കകത്ത് ഒരേറ്റവും ശക്തമായി സംസാരിക്കുന്നത് ഇന്ത്യയുടെ കോർ കഴ്സണാണ് കളഞ്ഞതെന്ന്. ഗുരുകുല സമ്പ്രദായങ്ങളെ എടുത്തു കളയുന്നത് ആദ്യമായി യൂണിവേഴ്സിറ്റി ആക്ട് കൊണ്ടുവന്ന് ലോർഡ് കഴ്സണാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരാരും ഉണ്ടായിരുന്നില്ല. ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾക്കുള്ളത്, ഇന്ത്യ വിദ്യാഭ്യാസത്തിൽ പുറകിലായിരുന്നുവെന്ന്. കാരണം വിദ്യാഭ്യാസം എന്നത് ഒരുവൻ്റെ സാമാന്യജ്ഞാനം വികസിക്കുന്നതും ജനറലായി അറിയേണ്ട മുഴുവൻ കാര്യങ്ങൾ അറിയേണ്ടതും, എന്നാൽ വിശേഷിച്ച് തൻ്റെ ജീവിതത്തിനാവശ്യമായ തൊഴിൽ കൃത്യമായി വേണ്ട സമയത്ത് വേണ്ടതുപോലെ പൂർണ്ണതയിൽ ചെയ്യാൻ അറിയുന്നതുമാണ് വിദ്യാഭ്യാസം. അത് മറ്റാരും പഠിപ്പിച്ചാൽ പഠിക്കില്ല. പാരമ്പര്യ വഴിക്ക് മാത്രമേ പഠിക്കാൻ പറ്റൂ. കാരണം പിതാവ് മരത്തിൽ കയറുമ്പോൾ ആ സങ്കല്പങ്ങളോട് കൂടിയ മരത്തെ കയറി ജനത്തെ മുഴുവൻ സഹായിക്കാൻ പോകുന്നവനും കോടതിയിൽ വാദിക്കാൻ പോകുന്ന വക്കീലും വ്യത്യസ്തനല്ല. കാരണം രണ്ടുപേരും സമാജത്തിന് അനിവാര്യമാണ്. ഒരാൾ മറ്റേ ആളിനേക്കാൾ മേലെയുമല്ല. ഈ കാഴ്ചപ്പാടിൽ ആവശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി അവനവൻ്റെ ജനിതകത്തിനനുസരിച്ച് പഠിക്കാൻ പറ്റുന്നത് പിതൃപൈതാമഹ സംപ്രാപ്തമായിട്ടാണ്. അപ്പോഴാണ് അതിൻ്റെ എല്ലാ ഗഹനതകളും പെട്ടെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെക്കുറിച്ചും പഠിപ്പിക്കുന്ന ശാഖകൾ ഗുരുകുലങ്ങളിൽ പഠിപ്പിക്കാൻ ഈ സംഹിതകളിലുണ്ട് വേണ്ടത്ര. അതെല്ലാം ബഹിരംഗ യോഗമാണ്, അന്തരംഗ യോഗമല്ല. അത് പഠിച്ചു കഴിയുമ്പോഴാണ് രാഗവും ദ്വേഷവും ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാകുന്നത്. വ്യക്തിപരം എന്നുള്ളത് മാറുകയും വിശിഷ്ടമാവുകയും പേഴ്സണൽ എന്നുള്ളത് മാറി
ഇംപേഴ്സണൽ എന്നുള്ളതിലേക്ക് വികസിക്കുകയും ചെയ്യും. ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് നമ്മളെല്ലാം കൂടുതൽ കൂടുതൽ പേഴ്സണലാകുന്നു എന്നാണ് തോന്നുന്നത്. ആം ഐ റൈറ്റ്? മറ്റത് ഇംപേഴ്സണലാണ്. ഈ പഠനങ്ങളാണ് ഭാരതീയർക്ക് വളരെ വിപുലമായ ശാഖകൾ. അത് മുഴുവൻ ലോകത്തെക്കുറിച്ചുള്ളതാണ്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ളതാണ്. നിൻ്റെ മനസ്സും നിൻ്റെ വാക്കും ഇണചേർന്നുണ്ടാകുന്ന പ്രപഞ്ചം നിൻ്റെ രണ്ടാമത്തെ ആത്മാവാണ്. അത് നീ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതറിയാൻ ഒരുങ്ങുമ്പോഴാണ് ആഗ്രഹങ്ങൾ എത്രയുണ്ടെന്നറിയുന്നത്. ആഗ്രഹങ്ങൾക്ക് ഭാരതീയർ കൊടുക്കുന്നത് കാമ്യം എന്നാണ്. കാമ്യമായിരിക്കുന്ന ഒരു കർമ്മവും ഉപേക്ഷിക്കുവാനല്ല ഭാരതം പഠിപ്പിച്ചത്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കാമ്യകർമ്മങ്ങൾ അരുതെന്നാണ് നിങ്ങൾ പല സ്വാമിമാരിൽ നിന്നും പലരിൽ നിന്നും കേട്ടറിഞ്ഞിട്ടുള്ളത്. ആം ഐ റൈറ്റ്? അങ്ങനെയല്ല പറയുന്നത്. കാമ്യകർമ്മങ്ങൾ അനിവാര്യങ്ങളാണ്, പക്ഷെ വിധിയാം വണ്ണം ചെയ്യണം. ഒരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആഗ്രഹത്തെ അപഗ്രഥിക്കുകയും ആഗ്രഹത്തിന് കാരണമായതിനെ വിധിയാം വണ്ണം അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ അതിന് ശമനം വരികയുള്ളൂ. അതിനാണ് അവർ ആശ്രമധർമ്മങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. കാമ്യമാണ് വിദ്യ അഭ്യസിക്കുക എന്നുള്ളത്. കാമ്യമായ വിദ്യ നിങ്ങൾക്ക് അഭ്യസിക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ തെളിഞ്ഞ ബുദ്ധി വേണം എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാലത്ത് ബ്രഹ്മചര്യം അനിവാര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ് കൈപൊക്കിയ ആളുകൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു 15 വയസ്സൊക്കെ ആവുമ്പോഴേ സ്ത്രീ പുരുഷ ബന്ധത്തിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് പോലും അവരറിഞ്ഞിരുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ആം ഐ റൈറ്റ്? കൈപൊക്കിയവർ ശരിയല്ല? അതിനും പറയാനൊരു വഴിയില്ല. അവരൊക്കെ ജീവിച്ചത്, ആ കൈപൊക്കിയവരിൽ മിക്കവാറും ആളുകൾ ജീവിച്ചത് 30-40 അംഗങ്ങളുള്ള കൂട്ടുകുടുംബത്തിനകത്താണ്. എന്നിട്ടവർ പ്രായപൂർത്തി എത്തിയ സഹോദരങ്ങളുടെയോ അച്ഛനമ്മമാരുടെയോ അച്ഛനമ്മമാരുടെ സഹോദരങ്ങളുടെയോ പ്രേമമോ ലൈംഗികതയോ ശാരീരിക ബന്ധങ്ങളോ കാണാനിടയായില്ല. ഇന്നത്തെ നിലയും നിങ്ങൾ ആലോചിക്കുക. സമാജം എങ്ങനെയാണ് ഇന്ന് പോകുന്നത്? അന്നുള്ള സമൂഹം അതുകൊണ്ട് വിധിയാം വണ്ണം കാമ്യകർമ്മത്തിന് വിധികളുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ വിധിയാം വണ്ണം വിവാഹം കഴിച്ചു മാത്രമേ സ്ത്രീ പുരുഷ ബന്ധങ്ങളാകാവൂ. അല്ലാത്തതെല്ലാം രോഗവും സമാജത്തിന് ദോഷവും വ്യക്തിക്ക് ദോഷവും എല്ലാമാണ്. അത് സ്വാതന്ത്ര്യമായിരിക്കാം, പക്ഷെ ആരോഗ്യത്തിനും വ്യക്തിയുടെ ജീവിതത്തിനും എല്ലാം അപകടകരമാണ്. അതിലൊരെണ്ണം കൂടെ പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി, ഞാൻ പറഞ്ഞാൽ കൂടുതൽ തെറ്റിദ്ധരിക്കാവുന്നതാണെങ്കിലും ഒരു തുടക്കത്തിൽ തന്നെ അത് പറയേണ്ടി വരുന്ന, ആയുർവേദവും മറ്റും എടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. പുരുഷബന്ധം സ്ത്രീയോനിയിൽ മാത്രമേ ആകൂ. സ്ത്രീ പുരുഷ ബന്ധങ്ങളൊന്നും ആരോഗ്യത്തിനുത്തമമല്ല, സമാജത്തിനുത്തമമല്ല, മസ്തിഷ്കത്തിനുത്തമമല്ല, ജീവിത രീതിക്ക് ഉത്തമമല്ല. ട്വിറ്ററിലും മറ്റും ആധ്യാത്മിക ആചാര്യന്മാർ പോലും അത്തരം കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് എഴുതുന്നത് വായിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ടാവും. അവർക്ക് 100 ചോദ്യം ചോദിക്കാനും ഈ സമയത്ത് ചിലപ്പോൾ തോന്നിയേക്കും. കാരണം ഇന്ത്യൻ ആധ്യാത്മികതയുടെ ആചാര്യന്മാർ പോലും ട്വിറ്ററിലും മറ്റും വല്ലാതെ പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച്. അതൊന്നും ഇന്ത്യൻ ആധ്യാത്മികതയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, കപോലകൽപ്പിതങ്ങളാണ്. കാമ്യകർമ്മം ശരിയായ രീതിയിൽ അനുഭവിച്ചു വേണം അടുത്ത സ്റ്റേജിൽ കടക്കാൻ. ബ്രഹ്മചര്യ സന്യാസമൊക്കെ ഉണ്ടെങ്കിലും, ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിലും, പൂർണ്ണത എന്നുള്ളത് ഭാരതീയർ കണക്കാക്കുന്നത്
വിവാഹിതരെയാണ്. അതിന് കാരണം അസാൻമാർഗികത സമാജത്തിൽ ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ളത് കൊണ്ടാണ്. പൂർവജന്മ സ്മൃതികളും കൃത്യമായ അറിവും വരുമ്പോൾ മാത്രമേ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യാസാശ്രമത്തിലേക്ക് പോകാൻ അനുമതി ഭാരതം നൽകിയിട്ടുള്ളൂ. അല്ലാതെ കാണുന്നതെല്ലാം വികലവേഷങ്ങളായി തന്നെയാണ് ഭാരതീയർ കണക്കാക്കി പോന്നിട്ടുള്ളത്. ഇന്നങ്ങനെ അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ കണക്കാക്കുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്തു പോരുന്നുണ്ടെങ്കിൽ അതൊന്നും ഭാരതീയ തത്വസംഹിതയുടെ പേരിലല്ല, സമറ്റിക് അനുകരണങ്ങളുടെ പേരിലാണ്. അവിടെയാണ് കാമ്യകർമ്മങ്ങൾ ഒന്നാമത് എടുത്തു വച്ച് അപഗ്രഥിച്ച് പഠിച്ച് പൂർണ്ണതയിലേക്ക് പോകാൻ പഠിപ്പിക്കുന്നത്. അതെല്ലാം വിധിയാവണ്ണം വേണം. നിങ്ങൾക്ക് രാജാവാകണം, നിങ്ങൾക്ക് ഗുരുവാകണം. എല്ലാ കാമ്യകർമ്മങ്ങൾക്കും അതിനുള്ള അഗ്നിക്രിയകൾ, പ്രപഞ്ചത്തിൽ അഗ്നിയിലേക്ക് എങ്ങനെയാണ് ഒരു വസ്തുവിനെ അർപ്പിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളിലെ അഗ്നിയും വൈശ്വാനരൻ എന്ന നിങ്ങളിലെ അഗ്നിയും ആ പുറത്തുള്ള അഗ്നിയും എങ്ങനെ ചേരുന്നു, അതിനെങ്ങനെ സമഷ്ടി ഈശ്വര സങ്കല്പമായിരിക്കുന്നവയ്ക്ക് ആഹാരാദികൾ ദാനമായി ചെയ്യുന്നു, ആ വൈശ്വാനരനിൽ അർപ്പിക്കുന്നു, എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ അതുകൊണ്ട് നടക്കുന്നു എന്നുള്ളതിൻ്റെ വിധിയും അതിൻ്റെ സംഹിതകളും എല്ലാം ആ വഴിയിലുണ്ട്. അഗ്നി പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോഴാണ് അതിൻ്റെ അടുത്ത പടവിലേക്ക് പോകുന്നത്. ഇതിൻ്റെ തലങ്ങളിലെല്ലാം വിധികളും കൃത്യമായ മര്യാദകളും കൃത്യമായ ചെയ്തികളും ഭൗതികമായി തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഇതൊന്നും ആധ്യാത്മികമല്ല. ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഊർജ്ജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും പോലെ കൃത്യമായി പ്രപഞ്ചത്തെ ചേർത്ത് വെച്ച് കൃത്യമായി വഴിയുണ്ട്. ഇതിനുള്ള നിയമനിർമ്മാണങ്ങളുണ്ട്. നിയമനിർമ്മാണങ്ങൾ എല്ലാത്തിനുമുണ്ട്. വിവാഹത്തിന്, ഗർഭാധാനത്തിന്, പുംസവനത്തിന്, സീമന്തത്തിന്, സംസ്കാര കർമ്മങ്ങളെല്ലാം കൃത്യമായുണ്ട്. അതിനൊക്കെ നിയമങ്ങളുണ്ട്. എന്തിന് ഒരു കുട്ടി ഉണ്ടാകില്ല ഒരാൾക്ക് എന്നറിയുന്ന ഒരാളെ വിവാഹം കഴിച്ചാൽ അയാളുടെ അനുമതിയോടുകൂടി നിയോഗത്തിൻ്റെ നിയമവും, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നും ഇന്ത്യൻ നിയമത്തിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നിയമവിധേയമല്ല. അഡ്വക്കേറ്റ്സാണ് കൂടുതലെന്നാണ് എൻ്റെ ധാരണ. ഇന്ത്യയിലെ ഒട്ടേറെ ആശുപത്രികളിൽ ചെയ്യുന്നുണ്ട്, അത് നിയമവിധേയമല്ല. ഇന്ത്യൻ മെഡിക്കൽ റൂളിലോ ഇന്ത്യൻ ഇതര നിയമങ്ങളിലോ യാതൊരു വിധത്തിലും ഇത് എഴുതപ്പെട്ടിട്ടില്ലെന്നാണ് എൻ്റെ ധാരണ. Am I right? ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിച്ചാൽ ഉപകാരമാണ്. Am I right? എന്നാൽ നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. ഇല്ല. അതിലും വിചിത്രമായത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ മെഡിക്കൽ ലോയിൽ ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒറ്റ പുസ്തകമാണ് റെഫറൻസിനുള്ളത്. മിസ്റ്റർ മേനോൻ്റെ ഗൈനക്കോളജി ബുക്ക് മാത്രം. ബാക്കിയെല്ലാം ഫോറിൻ വർക്കുകളാണ്. ഇന്ത്യയിലെ ഒരു ആശുപത്രിയും ഫോറിൻ നിയമത്തിനനുസരിച്ചുള്ളവയല്ല. എന്നിട്ട് ഫോറിൻ ബുക്കുകളെ അടിസ്ഥാനപ്പെടുത്തി നിയമവും അതിൻ്റെ വ്യാഖ്യാനവും നൽകുമ്പോൾ, ഇൻ്റർപ്രട്ടേഷനും നൽകുമ്പോൾ എങ്ങനെയാണ് നിയമം ചാരുവാകുന്നത്? പ്രതികരിക്കാൻ കുഴപ്പമില്ല, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ തെറ്റു പറഞ്ഞുവെങ്കിൽ തിരുത്താൻ എനിക്കൊരു അവസരവും കൂടെ. നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം സ്വാമിജി പറഞ്ഞത് തെറ്റായിരുന്നു, അങ്ങനെയല്ല, ഇന്ന പുസ്തകമുണ്ട്. എൻ്റെ അറിവ് ഇതുവരെ, ഞാനിപ്പോൾ ഈ പറയുന്ന നിമിഷം വരെ ഉള്ള എൻ്റെ അറിവ് വെച്ച് നിയമങ്ങൾ പലപ്പോഴും അപര്യാപ്തമായിരിക്കുമ്പോൾ നാരദസ്മൃതി എടുത്ത് നിങ്ങൾ നോക്കുക. നിയോഗി ആരായിരിക്കണം, നിയോഗം എങ്ങനെയായിരിക്കണം, നിയോഗത്തിൻ്റെ സമയം എന്തായിരിക്കണം, നിയോഗത്തിലുണ്ടാകുന്ന ശിശുവിന് നിയോഗിയുടെ സ്വത്തിന് അവകാശമുണ്ടോ, അതല്ല ഭർത്താവിൻ്റെ സ്വത്തിന് മാത്രമാണോ അവകാശം, എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് കാണാം.
ഞാനിത് ചൂണ്ടിക്കാണിക്കുന്നത് അത്ര വിപുലമാണ് കാമ്യകർമ്മങ്ങളുടെ വിഷയ ബാഹുല്യം. നിങ്ങളോട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് നിയമം കൂടി എടുത്ത് ചൂണ്ടിക്കാണിച്ചത്. വൈദ്യശാസ്ത്രം എടുത്താൽ ഇതിലൊക്കെ അപ്പുറമാണ് കിടക്കുന്നത്. കാരണം ഏത് സ്ത്രീയുടെ ശരീരവും പ്രകൃതിയാണ്, പുരുഷനോട് ചർച്ചയില്ലാത്തതാണ്. സ്വപ്നങ്ങൾ കൊണ്ടും സ്നേഹം കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും ഗോത്ര സംസ്കൃതിയുടെ ജീവിത രീതികൾ കൊണ്ടും ആഹാരാദികൾ കൊണ്ടും മാത്രമാണ് ഇത് ചേരുന്നത്. അതുകൊണ്ട് 3 മാസത്തിനുള്ളിൽ ഏത് ബീജം സ്ത്രീയിൽ പ്രവേശിച്ചാലും അതിനെ തള്ളിക്കളയുവാൻ സ്ത്രീ 3 മാസത്തിനുള്ളിൽ ശ്രമിക്കും. അതുകൊണ്ട് ഗർഭാവക്രാന്തി അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയും അതിനെ ഉറപ്പിക്കുന്നതിനുള്ള ക്രിയകൾ, അതിനുള്ള സംസ്കാര കർമ്മങ്ങൾ, പുംസവനം തുടങ്ങിയവ. അതല്ലെങ്കിൽ അത് ഉറച്ചാൽ തന്നെ മാരകങ്ങളായ രോഗങ്ങൾക്ക് വിധേയമാവും. വിദ്യാഭ്യാസമില്ലാത്ത ഒരു സ്ത്രീ, നിങ്ങൾ പറയുന്ന ആധുനിക വിദ്യാഭ്യാസം നേടാത്ത ഒരു സ്ത്രീ ഒരു പുരുഷനുമായി വിവാഹം കഴിഞ്ഞ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് സാമാന്യനെ പട്ടിണി കിടന്ന് 10-ലധികം കുട്ടികളെ, ഒരു ജാഥയ്ക്കുള്ള കുട്ടികളെ ആരോഗ്യത്തോടുകൂടി പ്രസവിച്ച, കുട്ടിക്കും തള്ളയ്ക്കും ആരോഗ്യമുണ്ടായിരുന്ന, ഒട്ടേറെ പണിയെടുക്കാൻ ആരോഗ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെ പുരോഗതിയും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനും ഒരു കുഞ്ഞിനെ, ആരോഗ്യമുള്ളതിനെ പ്രസവിക്കാൻ പറ്റാത്തതിലേക്ക്, 30 വയസ്സിനുള്ളിൽ മാരകങ്ങളായ രോഗങ്ങളിലേക്ക് വഴുതി വീഴുന്നതിലേക്ക് ഇന്ത്യൻ സ്ത്രീയെ എത്തിച്ചത് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കരങ്ങളാണ്. ആക്ഷേപമുണ്ടെങ്കിൽ പ്രതികരിക്കാം. ശക്തമായി പ്രതികരിക്കാം. മയൊന്നും വേണ്ട. നിങ്ങൾ എത്ര സംഘടിക്കുമ്പോഴും എത്ര വലുതാകുമ്പോഴും സാമൂഹിക ആരോഗ്യഘടനയിൽ, കൗടുംബിക ആരോഗ്യഘടനയിൽ, വൈയക്തിക ആരോഗ്യഘടനയിൽ നിങ്ങളുടെ ഈ വിദ്യാഭ്യാസം പര്യാപ്തമല്ലാതിരിക്കുമ്പോൾ ഹുയാൻ സാങ്ങിൻ്റെയും ഇബ്സിങ്ങിൻ്റെയും ഇബ്നു ബത്തൂത്തയുടെയും കൃതികളിൽ ഇന്ത്യൻ ആരോഗ്യത്തെക്കുറിച്ച് രചിച്ചിരിക്കുന്ന ചരിത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്കാം. പെട്ടെന്ന് മലയാളത്തിൽ കിട്ടി വായിക്കണമെന്നാണെങ്കിൽ കേരളത്തിലെ ഒരു ചരിത്രകാരൻ തന്നെ, പേര് ശരിയാണെങ്കിൽ വേലായുധൻ പണിക്കശ്ശേരി, വേലായുധൻ പണിക്കശ്ശേരി, അദ്ദേഹം ഈ സഞ്ചാരികളുടെ ചരിത്രത്തിലൂടെ ഇന്ത്യയെ നോക്കിക്കാണുന്നുണ്ട്. ഒറിജിനൽ ടെക്സ്റ്റുകൾ വായിക്കുന്നതാണ് നല്ലത്. അവയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സഞ്ചാരികൾ കണ്ട ഇന്ത്യ, അതിൽ നിന്ന് എത്ര ദൂരം നമ്മൾ മാറി. കാരണം ഈ ശാസ്ത്രങ്ങൾ നിലനിൽക്കുകയും അടുക്കോടെ രാഗദ്വേഷങ്ങളെ പഠിക്കുകയും അവയെ കാമ്യകർമ്മങ്ങളെ കൃത്യമായി വിധിയാം വണ്ണം ചെയ്യുകയും ചെയ്തിട്ടാണ്. 2, കാമ്യകർമ്മങ്ങൾ വിധിയായി ചെയ്യുമ്പോഴും കർമ്മത്തിൻ്റെ രഹസ്യം മനസ്സിലാകാതെ വരും. നിങ്ങളുടെ കൂടെ പഠിച്ചവരിൽ വളരെ ഉജ്ജ്വലമായി പഠിച്ച പലരും എങ്ങും എത്താതെ നിൽക്കുന്നുണ്ടാവും. Am I right? അത്ര കേമന്മാരൊന്നും അല്ലാത്തവൻ അടിച്ചു കയറി പോകുന്ന കണ്ടിട്ടുണ്ടാവും. പഠിച്ച കാലത്ത് ഈ പുസ്തകമൊന്നും കാര്യമായി പഠിച്ചിട്ടില്ല. പക്ഷെ കോടതിയിൽ വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ പകുതി നടന്നു പോവുക. അങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇല്ല? ആ സമയത്ത് അത്ഭുതവും ആദരവും ഒക്കെ തോന്നും. നമ്മളെക്കാൾ വളരെ ജൂനിയർ, വന്നേ ഉള്ളൂ, അവൻ്റെ പ്രിസിഷൻ
കാരണം ഒട്ടും ബ്ലഫിംഗ് ഇല്ലാതെ വേണ്ടത് വേണ്ട അവസരത്തിൽ വേണ്ട അളവിൽ. കാരണം ഒരു വാക്ക് ഉപയോഗിക്കേണ്ടിടത്ത് ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ ഫലം ഉണ്ടാവില്ല. അത്ര കൃത്യമായി ഉപയോഗിക്കാനുള്ള പ്രത്യുൽപ്പന്ന മതിത്വം ഇവയൊക്കെ കൊണ്ട് പ്രഗത്ഭരായ ആളുകളെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇടയിൽ കണ്ടിട്ടുണ്ടാവും. am I right? അപ്പോൾ കർമ്മത്തിൽ അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട. ചില ആളുകൾ അത് അവതരിപ്പിക്കുക അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. വെറും ബോഡി ലാംഗ്വേജ്. നിയമമൊക്കെ അവർ കാറ്റിൽ പറത്തിയിട്ടാണ് രംഗത്തേക്ക് വരുന്നത്. ജഡ്ജിക്ക് അവരോട് പ്രിയം തോന്നി ജാമ്യം അന്നേരെ കൊടുത്തു വിട്ടു. ശരിയല്ല. വലിയ വിഷമമൊന്നുമില്ല. കയറി വരുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ ഗാനം പാടിയിട്ടായിരിക്കും ചിലപ്പോൾ കയറി വരുന്നത്. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ടാകും ചിലപ്പോൾ. ജഡ്ജിക്ക് വളരെ ഇഷ്ടമായി. കാരണം ആ സിനിമ ഇയാൾ പണ്ടങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഇയാളുടെ ദേവതയും അതുമായി പെട്ടെന്ന് കൂട്ടിമുട്ടി വളരെ സൗഹാർദ്ദത്തിലായി. ആരുടെ പേരാ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ വേഗത്തിൽ കാര്യം സാധിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ കർമ്മത്തിൻ്റെ രഹസ്യം അധിഷ്ഠാനം. പേരുറക്കെ പറയരുതേ. ഉറക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കാരണം നിങ്ങളെല്ലാം തമ്മിൽ കലഹിക്കാനിടയാവരുത്. സ്നേഹത്തിനാണെങ്കിൽ പറയാം, പരസ്പരം നോക്കാം, ചിരിക്കാം, അതൊക്കെ ചെയ്യാം. അപ്പോൾ അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, ഇതൊക്കെ കർമ്മത്തിൻ്റെ രഹസ്യമാണ്. ഇത് മുഴുവൻ അറിഞ്ഞു കഴിയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാകുന്നത് കാമം കൊണ്ട് കർമ്മത്തിനൊന്നുമില്ല, ആനന്ദമില്ല. കാമ്യകർമ്മങ്ങളിൽ നിന്ന് മോചനം നേടുന്നവന് മാത്രമേ ലീലാർത്ഥം പ്രപഞ്ചത്തെ കാണാൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചവിധാനീയത തന്നെ നവരസങ്ങളോട് കൂടും വണ്ണം. ഇവിടെ ഇരിക്കാം, ഇവിടെ ഉണ്ട് സീറ്റ്. നവരസങ്ങളോട് കൂടും വണ്ണം ഈശ്വരലീല തന്നെയാണ് എന്ന് അപ്പോൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ആരെങ്കിലും പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. 9 രസങ്ങളും ആടുന്ന പ്രപഞ്ചലീലയാണ് പ്രാപഞ്ചികമായി കാണുന്നതെല്ലാം. ഇതിലുള്ളവരെല്ലാം അതിലെ, ജീവജാലങ്ങൾ മുഴുവൻ അതിലെ രംഗവേദിയിലുള്ളവരാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ അങ്ങനെ കാണുന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് കാമ്യകർമ്മത്തിൻ്റെ വിധിയാം വണ്ണമുള്ള ചെയ്തിയിൽ നിന്ന് ഒരു ഹിന്ദുവിനെ, ഒരു സനാതനധർമ്മിയെ ശാസ്ത്രം കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് അവിടെ നിർത്തി കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയമില്ല അവൻ എന്തുകൊണ്ടാണ് ആ കള്ളൻ. അവനും ഈശ്വരൻ്റെ ലീലയിൽ അഭിനയത്തിൻ്റെ ഒരു ഭാഗം ഏറ്റെടുത്തവനാണ്. അവനെതിരായി വാദിക്കാൻ പോകുന്നവനും അനുകൂലമായി വാദിക്കാൻ പോകുന്നവനും ആ ലീലയുടെ ഭാഗമാണ്. പ്രോംപ്റ്റർ വേറെയാണ്. കാരണം പഠിച്ചുകൊണ്ട് പോയതല്ല അവിടെ ചെല്ലുമ്പോൾ വാദിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ കേസുകളിലൊന്ന് കൽക്കട്ടയിൽ സുപ്രീം കോടതി ഇരിക്കുന്ന കാലത്ത് അന്നത്തെ പ്രസിദ്ധനായ ജഡ്ജി ആർതർ ആവലൻ, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, സർ ജോൺ വുഡ്രോഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം രാത്രിയുടെ അന്ത്യയാമത്തിലാണ് വിധി എഴുതിയിരുന്നത്, ആരും തന്നെ സ്വാധീനിക്കാതിരിക്കാൻ. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാണ് വിധി എഴുതാൻ തുടങ്ങുക. എല്ലാ തെളിവുകളും ശേഖരിച്ചു വെച്ചു. പ്രതി ശിക്ഷാർഹനാണ്, വധശിക്ഷ നൽകേണ്ട വിധിയാണ് എഴുതേണ്ടത്. അദ്ദേഹം എഴുതി വെച്ചു, കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു, കോടതിയിൽ ചെന്നു, വിധി വായിച്ചു.
വായിച്ചത് നിരുപാധികം വെറുതെ വിടാനാണ്. കാരണം ഒരു വ്യക്തിക്കും ജീവിതത്തിൽ കാമ്യകർമ്മം കഴിഞ്ഞവന് വ്യക്തമായി മനസ്സിലാകും സ്വന്തം ഇച്ഛയ്ക്കോ സ്വന്തം തീരുമാനത്തിനോ യാതൊരു പ്രസക്തിയുമില്ല. സദാ ഒരു പ്രോംപ്റ്റർ ഉണ്ട്. അയാൾ പറഞ്ഞു തരുന്നത് മാത്രമേ നടക്കൂ. വേഷം എനിക്കെന്തെന്ന് വിധിപ്പത് വിഭോ ഭവച്ചിത്തം. വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയൻ എൻ കൃത്യം. അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ മരുതെന്ന് തിരിച്ചറിയൻ അടിയന് കാട്ടിത്തരുവോൻ അവിടുന്ന് അന്യർ ധരിക്കാതെ. ഇതൊരു ജഡ്ജി എഴുതിയ കവിതയാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ജഡ്ജിയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഒരു പ്രോംപ്റ്റർ ഉണ്ട് ഉള്ളിൽ. അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് കർമ്മങ്ങളെ വിധിയാം വണ്ണം ചെയ്ത് കാമ്യകർമ്മങ്ങളെ വിട്ട് നിഷ്കാമ കർമ്മയോഗത്തിലേക്ക് വളരുമ്പോൾ വ്യക്തി എത്തിച്ചേരുന്നത്. ഇങ്ങനെ ക്രമമായി ഒരുവനെ നിഷ്കാമ കർമ്മയോഗത്തിൽ എത്തിച്ചിട്ട് ആ നിഷ്കാമ കർമ്മയോഗത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ പ്രപഞ്ചമാത്മാവാണ്, ശരീരമാത്മാവാണ്, പ്രാണനാത്മാവാണ്, മനസ്സാത്മാവാണ്, ബുദ്ധി ആത്മാവാണ്, ചിത്തമാത്മാവാണ്. ഇതിനാണ് അന്തരംഗ സാധന എന്ന് പറയുന്നത്. രണ്ട് സാധനയാണ് ഭാരതീയ ദർശനം. ബഹിരംഗ സാധന, അന്തരംഗ സാധന. ബഹിരംഗ സാധനയാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അതിൽ നിയമങ്ങൾ വരും, സ്മൃതി ഗ്രന്ഥങ്ങൾ മുഴുവൻ വരും, ഇതിഹാസങ്ങൾ മുഴുവൻ വരും, പുരാണങ്ങൾ മുഴുവൻ വരും, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന വേദഭാഗങ്ങളായ കർമ്മകാണ്ഡം മുഴുവൻ വരും. അതിൽ തച്ചുശാസ്ത്രം വരും, വ്യോമയാന നിർമ്മാണം വരും, എല്ലാം വരും. വേദങ്ങളും ഉപവേദങ്ങളും, ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സ്ഥപത്യവേദം, ഇവയൊക്കെ അടങ്ങുന്ന ശാഖകളെല്ലാം വരും. ഇവയെല്ലാം പുസ്തകങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പരിഭാഷയുള്ളവ കിട്ടും. മലയാളത്തിലുള്ളവ കിട്ടാൻ പ്രയാസമാണ്. കാരണം മലയാളികൾ ഈ വഴിയിൽ ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ അധികം പോയിട്ടില്ല. അത്യപൂർവം പേര് അതിലെ ചില അംശങ്ങളൊക്കെ ഒരു ജീവനോപാധി എന്ന നിലയിലെടുത്ത് വല്ലപ്പോഴും ജനങ്ങളെ കാണിച്ച് 10 രൂപ അത്ഭുതപ്പെടുത്തി സമ്പാദിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാവും. സന്യാസിമാരുടെ കൂട്ടത്തിലോ കുറച്ച് ബ്രാഹ്മണരുടെ കൂട്ടത്തിലോ കുറച്ച് വാര്യന്മാരുടെ കൂട്ടത്തിലോ. അതിന് താഴേക്കുള്ളവരുണ്ടാകാൻ വളരെ ചുരുക്കവുമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ചില വളരെ ഉന്നതന്മാരായി വന്നിട്ടുള്ളത് നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അതുപോലുള്ള ചില സ്വാമിമാർ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ ഏതാണ്ട് ഈ പരുവത്തിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളവരാണ്. അതുകൊണ്ട് ശാസ്ത്ര രംഗങ്ങളെ കൃത്യമായി അടുക്കോടെ മനസ്സിലാക്കിയാൽ ഇതിനെല്ലാം സാധനക്രമവുമുണ്ട്. എന്താ കേൾക്കത്തില്ലേ? സാധനക്രമവുമുണ്ട്. പ്രപഞ്ചമാത്മാവാണ് എന്ന് തിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് രാഗദ്വേഷങ്ങളെ തിരിച്ചറിഞ്ഞ് രാഗവും ദ്വേഷവും ഇല്ലാത്ത തലത്തിൽ വസുധ ഏവ കുടുംബം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് മാനവൻ വികസിക്കുന്നു. അല്ലാതെ വ്യക്തി എന്ന നിലയിൽ സമ്പാദിക്കാനോ മറ്റുള്ളതിനോ ഒന്നും പര്യാപ്തമായ തലത്തിലല്ല ഇത് രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബഹിരംഗ സാധന പോലും രൂപപ്പെടുത്തി വച്ചിരിക്കുന്നു. അന്തരംഗ സാധനയിലേക്ക് കടന്നാൽ ശരീരമാത്മാവാണ്. അതിനാണ് യോഗശാസ്ത്രത്തിലെ ആസനം എന്ന് പറയുന്ന പരിശീലനം മുഴുവൻ. സ്വച്ഛന്തമായി സുഖമായി ഒന്നിരിക്കാൻ. ഇരുപ്പുറയ്ക്കായികയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരിടത്തിരുന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് എനിക്ക് സമാധാനമായിരിക്കാൻ കഴിയില്ല. കാല് സമ്മതിക്കുന്നില്ല, കൈ സമ്മതിക്കുന്നില്ല, നടു സമ്മതിക്കുന്നില്ല. ഇന്നത് വളരെ കൂടുതലാണ്. പഴയ കാലത്ത് പറമ്പിൽ കിടക്കുന്ന 2 കല്ല് മതി ഒന്ന് കക്കുസിപ്പോയി.
ഇന്ന് എന്തെല്ലാം ഉണ്ടായിട്ടും കക്കൂസി പോകാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റിട്ട് വീട്ടിൽ നിന്ന് ഇത് ശരിയാകാതെ കോടതി വന്നിട്ട് കോടതി കയറി നോക്കിയിട്ട് ശരിയാകാതെ ഒക്കെ എന്തെല്ലാം ബുദ്ധിമുട്ടിലാണ് ഓടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്കിത് ബോധ്യമാവും. കാരണം ഇരിപ്പുറയ്ക്കുന്നില്ല. എല്ലാ തരത്തിലും സുഖാസനത്തിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ പരിപാടികളുണ്ട്. നേരാവണ്ണമൊന്നും ഇരിക്കാൻ പറ്റില്ല, നാമം ജപിക്കാനിരിക്കാൻ പറ്റില്ല, തൊഴിലിനിരിക്കാൻ പറ്റില്ല, കോടതിയിലൊരു അരമണിക്കൂർ നേരം ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലപ്പം മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് മാറുന്നത്. അറിയാൻ വയ്യായിട്ടല്ല, ഇതിന്നെ പോലൊക്കെ മതി, ഇതാണ് അതിൻ്റെ പോയിൻറ്റ്സൊക്കെ, നീ പോയി നോക്ക്, നിന്ന് എന്നെ കൊണ്ട് പറ്റില്ല. ഇരിപ്പുറയ്ക്കാഞ്ഞിട്ടാണ്. ഓഫീസിലിരിക്കാൻ പറ്റില്ല. ഓഫീസിലിരിക്കുമ്പോൾ അല്പനേരം ഇരിക്കുമ്പോൾ തോന്നും കമ്പ്യൂട്ടറിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് നോക്കിക്കളയാം. അതാദ്യം ഡിക്ഷണറി നോക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്ഷണറിയെ നോക്കാൻ തുടങ്ങും. ഡിക്ഷണറിയിൽ നിന്ന് പതുക്കെ ലോക വിവരങ്ങളിലേക്ക് പതുക്കെ കയറണം തോന്നും. ലോക വിവരങ്ങളിൽ നിന്ന് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കയറണം തോന്നും. പിന്നെ വലിയ വിലപിടിപ്പുള്ളതിലേക്ക് കയറണം തോന്നും. അവസാനം മനസ്സമാധാനമില്ലാതെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാം സംഭവിക്കുന്നത് ഇരിപ്പുറയ്ക്കായികയാണ്. ഒരിടത്ത് സമാധാനമായി സമീചീനമായി ഇരിക്കാൻ കഴിയണം. അതിനാണ് ആസനം. ഇത് വളരെ വിപുലമായ പഠനമാണ്, വളരെ നാളത്തെ പഠനമാണ്, വളരെ നാളത്തെ പരിശീലനമാണ്. അപ്പോൾ അവരുടെ ശരീരമാണ് ആത്മാവ്, ഞാൻ പ്രാണൻ ആത്മാവാണ്. അനേകം പേർ ശ്വസിച്ചിട്ട് വിട്ടതും അനേകം സസ്യങ്ങൾ രൂപാന്തരപ്പെടുത്തിയെടുത്തതും ആഹാരമായി ശരീരത്തിലേക്ക് കയറുന്നത് പോലെ തന്നെയാണ് നമുക്ക് ശ്വാസപ്രശ്വാസങ്ങളായി കയറുന്നത്. മൂക്ക് അടയ്ക്കുമ്പോഴോ ജലദോഷം വരുമ്പോഴോ ആണ് പരമപ്രാധാന്യമുള്ള ശ്വാസോച്ഛ്വാസത്തെ അജ്ഞനായ മനുഷ്യൻ പരിഗണിക്കുന്നത്. പ്രാണനെ എങ്ങനെ നിയന്ത്രിച്ച് ആയുർദൈർഘ്യത്തെ കൂട്ടാം, എങ്ങനെ കോശങ്ങളിൽ സദാ ജീവശക്തിയെ നിലനിർത്താം. ഒരു ശരാശരി മനുഷ്യൻ്റെ കോശ സമൂഹങ്ങളിൽ കുറച്ച് ശതമാനമെങ്കിലും ശ്വാസപ്രശ്വാസങ്ങളിൽ പങ്കുവഹിക്കാതെ പെട്ടെന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളിൽ നിന്നാണ് അതിനുള്ള ഇൻ്റലിജൻസ് വരേണ്ടതെങ്കിൽ അവ തെറ്റായ വിവരങ്ങളാണ് നമുക്ക് തരിക. അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്യും. ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ്, ആളുകൾ കൈയടിക്കാൻ കരുതി നിൽക്കുമ്പോഴാണ് കാലിലെ പ്രാണശക്തി അല്പം കുറയുന്നതെങ്കിൽ ആ ഫുട് വർക്ക് മതിയാവും. 99 അടിച്ച് ഒരു സിക്സർ അടിച്ച് 100 കിടക്കാൻ കഴിവുള്ളവൻ 99 വെച്ച് LBW ആയി വീട്ടിലോട്ടെത്തുക. ജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങളുടെ മുമ്പിൽ 1000 തവണ പതറേണ്ടി വരുന്നത് ശരീരം മുഴുവൻ സഞ്ചരിക്കുന്ന പ്രാണനെ എങ്ങനെയാണ് സ്വച്ഛന്തമാക്കി തീർത്ത് തൻ്റെ ഇച്ഛാശക്തിയെയും തൻ്റെ ജീവിതഗതിയെയും സമീചീനമായി കൊണ്ടുപോകാം. ഇത് പ്രാണായാമം കൊണ്ടാണ് സാധിക്കുന്നത്, പ്രാണലയം കൊണ്ടാണ് സാധിക്കുന്നത്. പ്രാണസ്യേകം ഏകം വശേ സർവം. പ്രാണൻ ഒന്നുകൊണ്ടാണ് എല്ലാത്തിനെയും വശത്താക്കുന്നത്. ചില ആളുകൾ വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. 1,00,000 രൂപയോളം കടം മേടിച്ചിട്ട് തരാനുണ്ട്, പക്ഷെ വന്ന് കയറുകയാണ്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്ക് ഇല്ലെന്ന് പറഞ്ഞവൻ തന്നെ ഇറങ്ങി വരികയും സുഖം ചോദിക്കുകയും വീണ്ടും ചോദിക്കുന്ന 50,000 രൂപ മിണ്ടാതെ എടുത്തു കൊടുക്കുകയും ചെയ്തു വിടുന്നത് അവൻ്റെ പ്രാണശക്തിയുടെ ലയസാധ്യത കൊണ്ടാണ്. ഒരുവൻ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നത് പ്രാണന്റെ ചേർച്ച കൊണ്ടാണ്.
ഒരുവൻ ജീവിതരംഗങ്ങളിൽ വിജയിക്കുന്നത് ബഹിചര പ്രാണനും അന്തശ്ചര പ്രാണനും തമ്മിലുള്ള ചേർച്ചയിലാണ്. ഒരുവൻ കുഴിച്ചു വെക്കുന്ന ചെടി മറ്റൊരുവൻ കുഴിച്ചു വെക്കുന്നതിനേക്കാൾ അവൻ കൊടുത്തിടത്തോളം വളം കൊടുക്കാതെ വളരുന്നതും അത് പ്രയോജനപ്രദമാകുന്നതും അവൻ്റെ ശ്വാസനിശ്വാസങ്ങളുടെ കണക്കിലാണ്. ഇങ്ങനെ ചില അറിവുകളാണ് അന്തരംഗ സാധനയിൽ ഭാരതീയർ വളർത്തിയെടുത്തത്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരീക്ഷിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഇത് വായിച്ചിട്ട് പ്രസംഗിക്കാൻ പഠിച്ചാൽ ഒരു പ്രയോജനവുമില്ല. ഇത് തൻ്റെ തൊഴിലിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നറിയാൻ പരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞ് മാത്രമാണ് തീരുമാനമെടുക്കാൻ പറ്റുന്നത്. ഇത് പ്രാണായാമം കൊണ്ടാണ്. പ്രാണൻ്റെ ഇന്ദ്രിയമാണ് ആത്മാവ്. വിഷയങ്ങളിലേക്ക് സദാ പോകുന്നതും ബന്ധിക്കുന്നതുമാണ് ഇന്ദ്രിയങ്ങൾ. പഴയകാലത്ത് അമ്മമാർ ഇന്ദ്രിയങ്ങളെ യമിക്കുന്നതിനാണ് ചില പ്രത്യേക രുചികൾ ഉണ്ടാക്കി കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തത്. കാരണം അവർക്ക് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അറപ്പുണ്ടാകണം. ആരോഗ്യത്തിനത് അനിവാര്യമാണ്. എൻ്റെ അമ്മ എനിക്ക് ആഹാരം തന്നു, എൻ്റെ രുചികൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നൊരു പ്രത്യേകതരം രുചിയെ. ഏതാണ്ട് 6 രസങ്ങളാണ്. 6 രസങ്ങളുടെ കോമ്പിനേഷനുകൾ നിങ്ങളെടുത്ത് പഠിച്ചാൽ, പെർമ്യൂട്ടേഷൻ എടുത്ത് പഠിച്ചാൽ 63 രസങ്ങളാണ്. 6 രസങ്ങൾ വ്യത്യസ്ത അനുപാതത്തിലായാൽ അപരിസംഖ്യേയങ്ങളാണ്. അപ്പോൾ അമ്മ അപരിസംഖ്യേയങ്ങളായ രസങ്ങളിൽ നിന്ന് കൃത്യതയുള്ളതെടുത്ത് എനിക്ക് കൃത്യതയുള്ളത് തന്ന് പഠിപ്പിച്ചു വെച്ചാൽ, എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള സ്ത്രീയെ ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ, എൻ്റെ ഗോത്രമാണ്, എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീടാണ്, ഒരേ തരം ആഹാരമൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ആ രുചിയിൽ അപരിസംഖ്യേയത്തിലെ ചെറിയ ഭേദമുള്ളതുകൊണ്ട് അത് കാണുമ്പോൾ, അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, അത് സ്പർശിക്കുമ്പോൾ, അത് നാവിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോൾ ഒരു അറപ്പുണ്ടാകുമെന്ന് അത് കാണുമ്പോഴേ തീരുമാനമാകുകയാൽ ഞാൻ കഴിച്ചിട്ടാണ് വന്നത്, ഇപ്പം വേണ്ട എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. മറിച്ച് ഇത് രൂപപ്പെടുത്താത്ത ഒരിടത്ത് ആരോഗ്യം നഷ്ടപ്പെടുകയും കണ്ടതെല്ലാം വാരി തിന്നുകയും, മനസ്സിലായില്ല, അവസാനം ഇന്ദ്രിയങ്ങളെല്ലാം വികലമാവുകയും ചെയ്യും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ സംയമിപ്പിക്കുന്നതിന് പ്രത്യാഹാരം എന്നൊരു തന്ത്രം അമ്മ കുട്ടിക്കാലം മുതൽ പരിശീലിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് പിടിക്കുമ്പോഴാണ് ശക്തി ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. സ്വച്ഛന്തത അല്ലെങ്കിൽ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ശരീരവേഗങ്ങളെ നിയന്ത്രിക്കാതിരിക്കുകയും മാനസിക വേഗങ്ങളെയും ഇന്ദ്രിയ വേഗങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ശക്തി. കാണുന്നതിൻ്റെ എല്ലാം പിന്നാലെ പോവുകയല്ല, കേൾക്കുന്നതെല്ലാം നേടാൻ പോവുകയല്ല, അതിനെയൊക്കെ നിയന്ത്രിക്കുകയും മലം മൂത്രം മുതലായവയൊക്കെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യം. പക്ഷെ ആധുനികൻ പരിശീലനം നടത്തിയിരിക്കുന്നത് മലമൂത്രാദികളെയെല്ലാം നിയന്ത്രിക്കുകയും മാനസിക വേഗങ്ങളെയെല്ലാം തുറന്നു വിടുകയുമാണ്. ഇസ് ഇറ്റ് ട്രൂ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ വിപരീതമാണ് ഭാരതീയ ദർശനം. അങ്ങനെ ഇന്ദ്രിയമാണ് ആത്മാവ്. അത് വളരെ വിപുലമായ വിഷയമാണ്. ശരീരമാണ് ആത്മാവെന്നത്, പ്രാണനാണ് ആത്മാവെന്നത്, ഇന്ദ്രിയങ്ങളാണ് ആത്മാവെന്നത് ഒക്കെ വളരെ വിപുല വിഷയങ്ങളാണ്. അനേക ദിവസം പഠിച്ചാലേ പഠനമാവുള്ളൂ. അത് കഴിഞ്ഞാൽ മനസ്സാണ് ആത്മാവ്. മനസ്സ് ശരീരത്തിലേക്കും ആത്മാവിലേക്കും ചേർന്ന് നിൽക്കുന്നതാണ്. മനസ്സുകൊണ്ടാണ് ഒന്നിൽ നിന്നുള്ള മോചനവും, മനസ്സുകൊണ്ടാണ് ഒന്നിൻ്റെ ബന്ധവും. അത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സാങ്കേതിക ശബ്ദം നിങ്ങൾ മറന്നുപോയില്ലെങ്കിൽ, ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യം ഓർമ്മയുണ്ടാവും. ഇങ്ങനെ പറഞ്ഞത് തുടക്കത്തിൽ. അതായത് ഞാൻ കാണുന്ന, ഞാൻ കേൾക്കുന്ന, ഞാൻ തൊട്ടറിയുന്ന വസ്തുക്കളിലെ ദേവതകളും എൻ്റെ ദേവതകളുമായി ചേർന്നിട്ട് എൻ്റെ അനുഭവം അവിടെ രേഖപ്പെടുത്തി എൻ്റെ സ്ഥൂല ശരീരവുമായി അത് ചേർന്ന് നിൽക്കുക. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന, അങ്ങനൊരു സാധനമുണ്ട്. ഒരിക്കൽ അനുഭവം ഉണ്ടായതിൻ്റെ സ്മരണ
അനേക ജന്മങ്ങളിലേക്ക് നിൽക്കുക. അച്ഛൻ അനുഭവമുള്ളത് മകൻ അനുഭവിക്കാതെ അറിയുന്നു. അമ്മയ്ക്ക് അനുഭവമുള്ളത് മകൻ അനുഭവിക്കാതെ അറിയുന്നു, അനുഭവമായിത്തീരുന്നു. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ പ്രാചീന ഭാരതം അച്ഛനമ്മമാരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. കാരണം ലിംഗങ്ങൾ അതിൽ മാത്രമേ ഉള്ളൂ. മലയാളത്തിൽ മാവ് എന്ന് പഠിച്ച ഒരു അച്ഛൻ്റെ കുട്ടിയെ അത് മാവ് എന്ന് കാണിച്ചു കൊടുക്കുക. മാങ്ങ എന്ന് പറഞ്ഞാൽ, മാങ്ങ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ നാവിലുണ്ടായ പുളി മകനുണ്ടാവുകയും ഉമിനീർ വരികയും ചെയ്യും. ഒരു സായിപ്പിൻ്റെ മകനോട് മാങ്കോ എന്ന് പറഞ്ഞാൽ ഈ പുളി വരും. മലയാളിയുടെ പുത്രനോട് മാങ്കോ എന്ന് പറഞ്ഞാൽ ഈ പുളി വരില്ല, ഇതിൻ്റെ അനുഭവം ഉണ്ടാവില്ല. ഒരു സാധനമാണെന്നുള്ള അറിവുണ്ട്. മറിച്ച് മാങ്ങ എന്നവൻ പഠിച്ചാൽ അവൻ എപ്പോൾ വേണമെങ്കിലും ലോകത്തിലെ ഏത് ഭാഷയിലേക്കും ഒരു അവശ്യഘട്ടത്തിൽ എളുപ്പത്തിൽ മൊഴിമാറ്റം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ലിംഗം എന്ന സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നത്. കാരണം ലിംഗ്വിസ്റ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ, വികസിത രാജ്യങ്ങളിലൊക്കെ മലയാളികൾ പോയി താമസിക്കുമ്പോൾ അവരുടെ കുട്ടികളെ അവിടെ പഠിപ്പിക്കണമെങ്കിൽ ഒരു ഭാഷാ അധ്യാപകൻ അനിവാര്യമാണ്. ഇന്ത്യയിൽ മാത്രമാണ് വിദേശ ഭാഷകൾക്ക് അമിത പ്രാധാന്യമുള്ളത്. നിങ്ങൾക്ക് ലോകത്തെവിടെയും അന്വേഷിക്കാം. സിംഗപ്പൂർ, ഇംഗ്ലണ്ട്, അമേരിക്ക, സ്വിറ്റ്സർലൻഡ് ഒക്കെ അന്വേഷിക്കാം. ഞാൻ പറഞ്ഞത് നുണയാണോ? അവിടുത്തെ ഗവൺമെൻറ്റുകൾ പോലും സമ്മതിക്കില്ല. ഒരു തമിഴിൻ്റെ കുട്ടി അവിടെ പഠിക്കാൻ ചേർന്നാൽ തമിഴ് ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആ സ്കൂളിൽ അനിവാര്യമാണ്. അതിന് കാരണം നമ്മളുടെ തലച്ചോറിന് അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. അതുകൊണ്ടാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മനസ്സ് എന്നത് പൂർവജന്മജന്മാന്തരങ്ങളിൽ നിന്ന് കൈമാറി വന്നതാണ്. ബഹുശ്രുതനാണ്. മനസ്സ് ബന്ധത്തിനും പര്യാപ്തമാണ്, മോചനത്തിനും പര്യാപ്തമാണ്. ആ മനസ്സിനെ സംയമിപ്പിക്കണം. അതിന് ധാരണ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇന്നില്ലാത്തത് അതാണ്, ധാരകത്വം. ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ അല്ല. ധാരകത്വം വേണ്ടത്രയില്ല. കാരണം മനസ്സിൻ്റെ തലങ്ങളിൽ അത് വിജയകരമല്ല. ധൃതി ധാരണയോഹോ, ധരിക്കുന്നതുകൊണ്ട് ധാരണ എന്ന് പറയുന്നു. ആ പ്രക്രിയ കൊണ്ടാണ് മനസ്സിനെ നിയന്ത്രിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞാലാണ് ബുദ്ധി. ഇവിടം വരെ യഥാർത്ഥത്തിൽ ധ്യാനിക്കരുത്. ഇന്നെല്ലാ ആചാര്യന്മാരും ധ്യാനയോഗവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ധ്യാനിച്ചാൽ നിങ്ങളുടെ ഓജസ് ക്ഷയിക്കും. ഓജസ് ക്ഷയിക്കുകയില്ലാതെ ഒരു നേട്ടവും കിട്ടില്ല. ഓജ ക്ഷീയേത ക്രോധ ക്ഷുത് ധ്യാന ശോക ശ്രമ ആദിഭിഹി വാഗ്പടൻ. ധ്യാനം, ശോകം, ശ്രമം ഇവയെല്ലാം ഓജസ്സിനെ ക്ഷയിപ്പിക്കും.
ഓജ ക്ഷിയേത ശോക ക്രോധ ക്ഷുത് ധ്യാന ശോക ശ്രമ ആദിഭി. ക്രോധം, വിശപ്പ്, ഉപവാസരുത്. നല്ല പരിശീലനം കഴിഞ്ഞ് ദഹനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് മാത്രമേ ഉപവസിക്കാവൂ. അല്ലാതെ ഉപവസിച്ചാൽ കുടലിൻ്റെ ഭിത്തികളെ ഇത് തിന്നാൻ തുടങ്ങും. അതുകൊണ്ടാണ് 90% ആധ്യാത്മിക സാധനകൾ ചെയ്യുന്ന ആധുനികരും കുടല് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയവരാണ്. അതുകൊണ്ട് അതിനിടയാകരുത്. ക്രോധം, ക്ഷുത്ത്, ധ്യാനം, ശോകം, ശ്രമം, കണ്ടവനം പണിയെടുക്കൽ, അങ്ങനെയൊക്കെ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ക്രമമായിരിക്കണം. അങ്ങനെ വന്നിട്ട് ബുദ്ധിയെ നിയന്ത്രിക്കുന്നതിനാണ് ധ്യാനിക്കുന്നത്, മനസ്സിനെ നിർവിഷയമാക്കുന്നത്. ഇതും കഴിഞ്ഞാലാണ് സൂക്ഷ്മമായ ചിന്തനകർത്തൃവായ ചിത്തം. അതിനുള്ളതാണ് സമാധി യോഗം. ഇവിടെ എത്തുമ്പോൾ ആത്മസംയമ യോഗത്തിൻ്റെ പടവുകളായി ആത്മസംയമനമായി, ആത്മസംയമനം ലഭിച്ചാൽ അവൻ പൂർണ്ണ മനുഷ്യനായി. ഇങ്ങനെ മനുഷ്യനെ പരിശീലിപ്പിച്ചെടുക്കുന്നതാണ് സനാതനധർമ്മം. അത് ആര് പരിശീലിച്ചാലും അത് സനാതനധർമ്മമാണ്. അതിന് നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതോ ഇതൊന്നും പ്രത്യേകതയല്ല. ഇതിനോട് അദമ്യമായ ബഹുമാനമുണ്ടാവണം. പഠിക്കും ബഹുമാനമില്ലാത്തൊന്നും പഠിക്കാനാവില്ല. ചില ആളുകൾക്ക് ജന്മനാ ആദരവുണ്ടാവും. വിദ്യയോട് ആദരവുണ്ടാവുക. ശ്രുതി അനുസരിച്ച്, വേദമനുസരിച്ച് വിദ്യാ ബ്രാഹ്മണമാജഗാമ ശേവുധിഷ്ഠേസ്മി രക്ഷമാം അസൂയമാകായമാദ തഥാ വീര്യവർത്തമാ. വിദ്യ തന്നെ ദേവതയുടെ രൂപം കൈക്കൊണ്ട് ബ്രാഹ്മണന്റെ സവിധത്തിലെത്തി ആചാര്യനായ അവനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ നിധിയാണ്, എന്നെ വീര്യവത്താക്കുന്നവന് മാത്രമേ കൊടുക്കാവൂ, അസൂയയുള്ളവന് കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് സ്മൃതിയിലും കാണാം. വിദ്യാ ബ്രാഹ്മണം ഏത്യാഹ, ഒരല്പം ഭേദമേ ഉള്ളൂ. അതുകൊണ്ട് വിദ്യ നന്നായി വിളങ്ങുന്നത് വിദ്യയെ ബഹുമാനിക്കുന്നവർക്കാണ്. ബഹുമാന പുരസരം മാത്രമേ വിദ്യയെ കൈകാര്യം ചെയ്യാവൂ. അങ്ങനെ പഠിക്കുന്ന ആർക്കും സനാതനധർമ്മം പഠിക്കാം. പക്ഷെ കർമ്മങ്ങൾ വാസനയ്ക്ക് അനുഗുണമായി തന്നെയായിരിക്കണം ചെയ്യുന്നത്. സ്വവാസന, അതിന് സ്വധർമ്മം എന്ന് പറയും. അത് ബീജത്തിൽ കിടക്കുന്നതാണ്. ഇന്ദ്രിയജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുദ്ബുദ്ധ കാരണശരീരം. അതാണ് കർമ്മമായി പ്രകടമാകുന്നത്. എല്ലാ കർമ്മവും അവിചാരിതവും യാദൃച്ഛികവുമാണ്. യാദൃച്ഛികമെന്ന പദത്തിന് സ്വച്ഛന്തം എന്നതിനോടാണ് അടുപ്പം കൂടുതൽ. ഇംഗ്ലീഷിൽ സ്പോണ്ടേനിയസ് എന്ന് പറയാമെന്ന് തോന്നുന്നു. ആധുനിക മനുഷ്യൻ വളരെ ആലോചിച്ച് ബുദ്ധിയിലാണ് കർമ്മത്തെ ചെയ്യാൻ ഒരുങ്ങുന്നത്.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊഴിൽ കൂടുന്നത്. അവൻ ചെയ്ത ബുദ്ധി കൊണ്ട് ചെയ്ത കർമ്മങ്ങളെയാണ് നിങ്ങൾ കോടതിയിൽ അഴിക്കാൻ ശ്രമിക്കുന്നത്. സ്വച്ഛന്തമായ ഒരു കർമ്മത്തിൽ നിന്നും പാപമുണ്ടാവില്ല. സ്വച്ഛന്തമായ കർമ്മങ്ങൾക്ക് തെറ്റുവരില്ല. അത് പ്രകൃതിക്ക് അനുഗുണമാണ്. ഒരു മനുഷ്യൻ സ്വച്ഛന്തമായി കർമ്മം സ്വഭാവേന ചെയ്യാൻ കഴിവുള്ളവനായി തീരുക എന്നുള്ളതാണ് ശാസ്ത്ര പഠനം കൊണ്ടുണ്ടാകേണ്ടത്. പക്ഷെ പലപ്പോഴും ശാസ്ത്ര പഠനം ബുദ്ധിയെ പ്രചോദിപ്പിച്ച് യുക്തിപൂർവം ബുദ്ധിപൂർവം ചെയ്യാൻ ഒരുങ്ങുകയാണ്. കുടുംബങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും വിദ്യാഭ്യാസം നേടിയാൽ പിന്നെ സംഭാഷണം വരെ യുക്തിപൂർവമാണ്. ഒരു നിലാവ് ആസ്വദിക്കാൻ പറ്റില്ല, ഒരു കവിത വരില്ല, ജീവിതത്തിൽ ഒരു തമാശയില്ല. സ്വച്ഛന്തത വരുമ്പോൾ ഹ്യൂമറസ് ആയിത്തീരും. മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന രംഗങ്ങളിലെ കലാകാരന്മാരുടെ ഹ്യൂമറുകൾ വരെ വളരെ പരിശീലനത്തിന് ശേഷം റിഹേഴ്സൽ കഴിഞ്ഞു വരുന്നതാണ്. അതവർക്ക് ആസ്വദിക്കാനാവില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. ചിലർക്കാകട്ടെ സ്വച്ഛന്തമായി വരും. LNTയുടെ ചാർജിലിരുന്ന ഫീൽഡ് മാർഷൽ, പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മനക്ഷ, ചാർജ് വിടാൻ പോവാണ്. അദ്ദേഹത്തിന് ശേഷം വരുന്നത് സം നായിക്. തൻ്റെ ഫെയർവെൽ സ്പീച്ചിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എ ഫീൽഡ് മാർഷൽ ഈസ് റീപ്ലേസ്ഡ് ബൈ എ മിയർ നായക്. അത് സ്വച്ഛന്തമായി വരുന്നത്. അതുകൊണ്ടായിരുന്നവർക്കെല്ലാം ആസ്വദിക്കാനാവും. അദ്ദേഹത്തിനും ആസ്വദിക്കാനാവും, കേൾക്കുന്നയാളിനും ആസ്വദിക്കാനാവും. തന്നെ കളിയാക്കിയതാണെന്ന് തോന്നൽ വരില്ല. മനസ്സിലായതെന്നറിയില്ല. അവിടെ ഈഗോ വരില്ല. യുക്തിപൂർവമല്ല പറഞ്ഞത്. അത് സ്വച്ഛന്തമാണ് വരുന്നത്. ഒരു സ്റ്റേജ് മഹാനായ ജ്ഞാനിയായ തത്വചിന്തകനായ ഭാരതീയവും പാശ്ചാത്യവുമായ ഭാഷകളിലും തത്വചിന്തകളിലും പരിനിഷ്ണാതനായ യൂറോപ്പിലെ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസറായ നിത്യചൈതന്യതി. അതേ വേദിയിൽ വി കെ എൻ എഴുന്നേറ്റ് പ്രസംഗിച്ചൊരു പർട്ടിക്കുലർ പോയിന്റ് വന്നപ്പോൾ പറഞ്ഞു, അതാണ് ചതി, നിത്യചൈതന്യ ചതി. ആദ്യം ചിരിച്ചത് യതിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. അത്ര ലാളിത്യം, ശിശുസഹജമായ ലാളിത്യത്തിലേക്ക് മനുഷ്യൻ വരികയും ശൈശവ സഹജമായി കാര്യങ്ങളെ ചെയ്യാൻ കഴിയുകയും സ്വച്ഛന്തമാവുകയും ചെയ്യുക. നിങ്ങളുടെ തൊഴിലിന് ഏറ്റവും അനിവാര്യമായൊരു സാധനമാണ് ആ അവസ്ഥ. ഹ്യൂമർ അതിൻ്റെ പരിപൂർണതയിൽ അറിയുമെങ്കിൽ നിങ്ങൾ തോറ്റുപോയാലും നിങ്ങളുടെ കക്ഷിക്ക് വലിയ വേദന ഉണ്ടാവില്ല. കാരണം മുടക്കിയ കാശിനുള്ളത് ചിരിച്ചല്ലോ എന്നുള്ള സമാധാനത്തോടെയെങ്കിലും അവൻ. കാരണം ജീവിതത്തിൽ അത്യപൂർവമായി കിട്ടുന്നതാണ് ഉള്ളിന് സന്തോഷിക്കാൻ പറ്റുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് മാനവനെ എത്തിക്കുന്നതിനുള്ള അന്തരംഗ സാധനയോടു കൂടിയതാണ് ഭാരതീയ വിദ്യകൾ. എങ്ങനെ പഠിക്കും? ആഗ്രഹിച്ചാൽ പഠിക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ ഉത്തരം. ഇതിന് ജിജ്ഞാസ മാത്രമാണ് വഴി.
ജിജ്ഞാസയില്ലാതെ ഇത് പഠിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ ഒന്ന് പഠിക്കാൻ പറ്റില്ല, രണ്ട് അറിയാവുന്നവരുടെ അടുക്കൽ ചെന്ന് പറ്റുകയില്ല, പിന്നെ കുറ്റം പറഞ്ഞ് നടക്കേണ്ടി വരും. അറിയാവുന്നവർ ഒട്ടേറെയുണ്ട്, പക്ഷെ അവരൊന്നും അറിയപ്പെടുന്നവരായിരിക്കില്ല. അറിയപ്പെടുന്നവരുടെ അടുക്കൽ ചെന്ന് പെട്ടാൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രമേ കിട്ടുള്ളൂ. സെക്സും സ്റ്റണ്ടും ബഹളവും ഒക്കെ തന്നെയാണ് അവിടെ കിട്ടുക. അതൊന്നും മാറ്റം വരില്ല. കുറേ കഴിയുമ്പോൾ നിങ്ങളും അതിൽ പെട്ടതായതുകൊണ്ട് അതിൻ്റെ കൂടെ ഓടുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല. അതതിൻ്റെ തെറ്റല്ല, നിങ്ങളുടെ തെറ്റല്ല, ജിജ്ഞാസയുടെ കുറവാണ്. അതിനെയൊക്കെ കുറ്റം പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾ അതായിത്തീരും. സ്വീകരിച്ചാൽ നിങ്ങൾ ഇപ്പോഴേ അതാണ്. അതുകൊണ്ട് ഇത് രണ്ടും അതിന് പര്യാപ്തമല്ല. സ്വച്ഛന്തതയെ ആഗ്രഹിക്കുക, ജിജ്ഞാസ ഉണ്ടാവുക, എളുപ്പത്തിൽ പഠിക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയാണ് എനിക്ക് കോറായി പറയാനുള്ളത്. 1 മണിക്കൂറായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. Am I right? 1 മണിക്കൂറായിട്ടുണ്ടാവുമെന്നാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനെ ആസ്പദമാക്കി ചോദിക്കാനുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. നിങ്ങൾ അങ്ങനെയാണോ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ വിളിച്ചു, സ്വാമിജി ഇതേപ്പറ്റി പറയണമെന്ന് പറഞ്ഞു. ഞാൻ വരാമെന്ന് സമ്മതിച്ചു. സ്വാഗത പ്രസംഗത്തിലോ അല്ലെങ്കിൽ മറ്റു സമയത്തോ ഇതിൻ്റെ ചിട്ടയെ പറ്റിയൊന്നും പറഞ്ഞു കേട്ടുമില്ല. സ്വാമിജി നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. സനാതനധർമ്മം അതിൻ്റെ കോറിലാണ്. ഇത് ലക്ഷോപലക്ഷം പുസ്തകങ്ങളിലാണ് കിടക്കുന്നത്. വേദങ്ങൾ 4, പ്രാതിശാഖ്യങ്ങൾ, സൗതസൂത്രങ്ങൾ, സ്മൃതികൾ, സ്മാർത്ഥസൂത്രങ്ങൾ, ധർമ്മസൂത്രങ്ങൾ, ഇത് ഇഷ്ടം പോലെ കിടക്കുന്നു. 1ഉം 2ഉം ഒന്നുമല്ല, അനേകമാണ് കിടക്കുന്നത്. പ്രകാശനം ചെയ്യപ്പെട്ടവ, അപ്രകാശിതങ്ങളായവ എന്ന് പറഞ്ഞാൽ താളിയോലയിലൊക്കെ കിടക്കുന്നവ പല ആചാര്യന്മാരും എടുത്ത് ഉദ്ധരിച്ചവ. അപ്രകാശിതമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ ആ അപ്രകാശിതമാണ്, പക്ഷേ അവയെക്കുറിച്ചുള്ള റെഫറൻസ് ഉണ്ട്. പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അങ്ങനത്തെ കാറ്റലോഗുകളുണ്ട്. ജർമ്മനിയിൽ കിട്ടുന്നവയുണ്ട്, ഇന്ത്യയിൽ കിട്ടാത്തവ. രാധാക്രാന്ത, സൂര്യക്രാന്ത മുതലായ ദേശങ്ങളിൽ കിട്ടുന്നവയുണ്ട്. വിയറ്റ്നാം മുതലായ രാജ്യങ്ങളിൽ, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കിട്ടാത്തവയുണ്ട്. അതുകൊണ്ടിത് ഏതൊക്കെ രാജ്യത്ത് വരെ വ്യാപിച്ച് കിടന്നിരുന്നു, എവിടെയൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വളരെ. പിന്നെ ഇതിഹാസങ്ങൾ, രാമായണവും മഹാഭാരതവും, 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, വേദങ്ങളും ഉപവേദങ്ങളും. അതുകൂടാതെ ഉപവേദങ്ങളായ ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, സ്തപത്യവേദം, അതുകൂടാതെ ആയുർവേദ സംഹിതകൾ, സുശ്രുതൻ്റെ, ചരകൻ്റെ, ഹാരിതൻ്റെ, നിമിയുടെ ഒക്കെയായിട്ടുള്ള സംഹിതകൾ. അത് വളരെ വിപുലമായി എല്ലാ ശാഖയിലും. ഒരു ശാഖയിൽ ആയുർവേദം മാത്രമല്ല, ആർക്കിടെക്ചറിലും മറ്റും മയമതവും വിശ്വകർമാവിനാൽ പ്രോക്തവുമൊക്കെയായ ഒട്ടേറെ കാര്യങ്ങൾ, അവയുടെയൊക്കെ പ്രത്യേകതകൾ. ഒരു വീട് വയ്ക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് മതിയാവും നിങ്ങളുടെ ജന്മം കളയാൻ. സാക്ഷാൽ ശ്രീകൃഷ്ണൻ അഗ്നിയിൽ നിന്ന് രക്ഷിച്ച മയനെ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരത്തിലാണ് പാണ്ഡവന്മാർ ജീവിച്ചത്. ആ കൊട്ടാരമാണ് മഹാഭാരത യുദ്ധത്തിന് കാരണം. കാരണം അതിൽ രാജസൂയം നടക്കുമ്പോൾ സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന ഭാഗത്തുകൂടി നടന്നു വരുന്ന ദുര്യോധനൻ സ്ഥലമാണെന്നോർത്ത് മുണ്ടുപൊക്കി പിടിക്കുമ്പോൾ, ജലമാണെന്നോർത്ത് മുണ്ട് പൊക്കി പിടിക്കുമ്പോൾ ജലമില്ലാത്തിടവും, സ്ഥലമാണെന്നോർത്ത് മുണ്ട് പൊക്കാതെ വരുമ്പോൾ കഴുത്തറ്റം വെള്ളത്തിലും വീഴുമ്പോൾ മുകളിൽ നിന്ന് ചിരിച്ച പാഞ്ചാലിയുടെ ചിരിയിൽ നിന്നാണ് വസ്ത്രാക്ഷേപം തുടങ്ങിയ മുഴുവൻ കർമ്മങ്ങളും ഉണ്ടാകുന്നത്. വീട് വെക്കുമ്പോൾ സൂക്ഷിച്ചു കൊള്ളുവാനുള്ളൊരു ഓർമ്മിപ്പിക്കലും കൂടിയാണ്. അന്യർക്ക് അസൂയ വരുമാറ് നിങ്ങൾ പെയിൻ്റ് അടിക്കുമ്പോൾ
അന്യർക്ക് അസൂയ വരുമാർ നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ, അന്യർക്ക് അസൂയ വരുമാർ അതിനകത്തുള്ള സാധനങ്ങൾ വാങ്ങിയിടുമ്പോൾ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അസൂയയിൽ നിന്ന് നിങ്ങളുടെയും നിങ്ങളുടെ കുട്ടികളുടെയും ജീവിതം എങ്ങനെയെല്ലാം നരകയാതനയുള്ളതാക്കി തീർക്കും നിങ്ങളുടെ ബന്ധുജനങ്ങളെന്ന്, അതും സ്വന്തക്കാരെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഇതിഹാസം ചെയ്യുന്നത്. ഇതിഹാസകാരൻ ചില്ലറയൊന്നുമല്ല എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ ഐതിഹാസിക തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വലിയ അറിവാണ്, ചെറിയ അറിവല്ല. ഞാനതിൽ ഒരു അംശം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. വളരെ വിപുലമാണ്. 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം, 56,000 ശ്ലോകങ്ങൾ, 34,000 ശ്ലോകങ്ങൾ യോഗവാസിഷ്ടവും 22,000 ശ്ലോകങ്ങൾ രാമായണവും ഉൾക്കൊള്ളുന്ന അതിബൃഹത്തായ അതിലെ യോഗവാസിഷ്ടം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുന്നത് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും മാത്രമല്ല, ജാഗ്രത് സ്വപ്നവും സ്വപ്നജാഗ്രത്തും ബീജജാഗ്രത്തും ഒക്കെ അടക്കമാണ്. അതിലൂടെ കടന്നു പോകുന്നത് മനസ്സിൻ്റെ ഉള്ളറ രഹസ്യങ്ങൾ അടങ്ങുന്ന ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസകൃതി, പദാർത്ഥ അഭാവനി, തുര്യക മുതലായ തലങ്ങളിലൂടെയാണ്. അങ്ങനെയുള്ള യോഗവാസിഷ്ടാദി ഗ്രന്ഥങ്ങൾ, ഒട്ടേറെ സാഹിത്യകൃതികൾ, നാടകങ്ങൾ, ഭാസൻ്റെ, ഭവഭൂതിയുടെ, കാളിദാസൻ്റെ, നിങ്ങളുടെ ജീവിതക്രമത്തെ ആരോഗ്യപൂർണമാക്കുന്നതിന് ഒന്നും ഈ ഗ്രന്ഥങ്ങൾ ഒന്നും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കാളിദാസൻ്റെ ഋതുസംഹാരം മാത്രം മതിയാവും. 6 ഋതുക്കളെയും ആ സമയത്ത് കഴിക്കേണ്ട ആഹാരത്തെയും ആ സമയത്ത് സൂക്ഷിക്കേണ്ട പ്രത്യേകതയെയും ഒക്കെ വർണ്ണിക്കുന്ന കാളിദാസൻ ആരോഗ്യത്തിന് ചെയ്തിരിക്കുന്ന സംഭാവനകൾ ഒരു കൃതിയിലൂടെ അത്ര വിപുലമാണ് ഇതിൻ്റെ ശാഖ. ഇതൊക്കെ ഒരു ജന്മം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. പൂർവ്വജന്മത്തിൻ്റെ ഓർമ്മകളും ഒരു ജന്മത്തെ വായനകളും ഒരു ജന്മത്തിൽ ഇതിൽ കുറേ പഠിച്ചതിൻ്റെ ഓർമ്മകളും ഒക്കെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സ്ഥിതിവിവരക്കണക്കൊക്കെ കിട്ടിയാൽ ഇങ്ങനെ വിളിച്ചു പറയാം. അതിൻ്റെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് കടന്നു പോവുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുക. അതിന് നിങ്ങൾക്ക് നല്ല ജിജ്ഞാസയുണ്ടെങ്കിൽ പഠിക്കാം. നിങ്ങൾ ചോദ്യം ചോദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ചോദ്യം ഉന്നയിച്ച് പറഞ്ഞത്. ഒരു കാലഘട്ടം വരെ വാമൊഴിയായിട്ട് മാത്രമാണ് ഈ വിദ്യ പകർന്നിരുന്നത്, പ്രത്യേകിച്ച് വേദങ്ങളും എന്നാണ് കേട്ടിരിക്കുന്നത്. അതെ, ഞാനും ആളുകളിൽ നിന്ന് കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലെന്നാണ്. കാരണം അതിലെ ജ്ഞാനം വെച്ച് നോക്കുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അല്ലെന്നാണ്. അതിന് കാരണം സരസ്വതി മഹൽ ലൈബ്രറിയിൽ മാത്രമെത്തി നിങ്ങൾ അവിടെ നിന്നുള്ള താളിയോലകൾ എടുത്ത് നോക്കിയാൽ അത് കാശ്മീരത്തിലെയും മറ്റ് പലയിടത്തെയും താളിയോലകൾ അവിടെ കാണാം. ഈ താളിയോലകളുടെ എല്ലാം ഹാൻഡ് റൈറ്റിംഗ് ഒന്നാണ്. നിങ്ങളുടെ നാട്ടിൽ ഒട്ടേറെ ആയുർവേദ വൈദ്യന്മാരുടെ കയ്യിൽ ആയുർവേദത്തിൻ്റെ താളിയോലകളുണ്ട്. മിക്കവാറും എല്ലാ താളിയോലയുടെയും ഹാൻഡ് റൈറ്റിംഗ് ഒന്നാണ്. നാരായം കൊണ്ടൊരു വ്യക്തി ഇരുന്ന് എഴുതിയാൽ ഇത്ര ചതുരവടിവിൽ ഇത്ര കൃത്യതയുള്ള അക്ഷരത്തിൽ എങ്ങനെയാണ് ബ്രഹ്മലിപിയായാലും സാരസ്വത ലിപിയായാലും സംസ്കൃത ലിപി, അതായത് ദേവനാഗരി ആയാലും തമിഴായാലും തെലുഗു ആയാലും എങ്ങനെയാണ് ഇത്ര കൃത്യമായ വടിവിൽ എഴുതുന്നത്? അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ലേസർ ഉപയോഗിച്ച് ക്രൈവ് ചെയ്തതാണെന്ന്. ഇത്രയും അറിവിന് വിധേയരായ അവർക്ക്, ഞാൻ അദ്ദേഹം ചോദിച്ചതാണ്, എഴുതപ്പെട്ടിരുന്നുവോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എഴുതപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എഴുതപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ശുചീന്ദ്രത്തും മധുരയിലുമൊക്കെ താളം പിടിക്കുന്ന തൂണുകൾ ഉണ്ടാകുന്നത്? അതിൻ്റെ ആക്കുറസി കൈകൊണ്ട് കുത്തി ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കാനാവുമോ? ചെവിയിൽ നിന്നൊരു നൂലിട്ടാൽ മൂക്കിലൂടെ വരുന്ന വിധത്തിൽ ഒരു ശിലയെ പരിണമിപ്പിക്കുവാൻ എങ്ങനെയാണ് ഒരു തച്ചന് കഴിയുന്നത്? എങ്ങനെയാണ് ബേലൂര് ചെല്ലുമ്പോൾ നിൽക്കുന്ന ഒരു സ്തൂപത്തിനടിയിലൂടെ നിങ്ങൾ നൂല് വലിക്കുന്നത്? നിങ്ങൾക്ക് കൺമുമ്പിൽ കാണാവുന്ന അനുഭവങ്ങളെ വിശ്വസിക്കാൻ പറ്റാതെ വരികയും പാശ്ചാത്യ ശാസ്ത്രകാരന്മാരും ചരിത്രകാരന്മാരും എഴുതിയതിനെ വിശ്വസിക്കേണ്ടി വരികയും ചെയ്യുന്നുവെന്നുള്ളത് നിങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങളുടെ ജനിതക പരിശോധന നടത്തേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു DNA ടെസ്റ്റിൽ കുറഞ്ഞ ഒന്നും
ഇതിനെ തിരിച്ചറിയാൻ സഹായകമാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെൻ്റെ ഒരു വിശ്വാസം മാത്രമാണ്. കാരണം നിങ്ങൾ പോയി തഞ്ചാവൂർ ചെന്നിട്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒറ്റ കല്ല് എങ്ങനെയാണ് മുകളിൽ കയറ്റും? ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കും? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങളുടെ ഒരു ചാനൽ, അതിൻ്റെ പേര് ഡിസ്കവറി, അവരെഴുതി വെച്ചിരിക്കുന്നത് ഇത് വളരെ ദൂരത്തിൽ 1000 കിലോമീറ്റർ അകലെ നിന്ന് മണ്ണിട്ടൊരു റോഡുണ്ടാക്കി ആനയെ കൊണ്ട് വലിപ്പിച്ച് ആ റോഡിലൂടെ പൊക്കത്തിൽ കൊണ്ടുപോയി അത് വെച്ചിട്ട് ഈ മണ്ണ് മുഴുവൻ മാറ്റിയെന്നാണ്. അത്രയും ബുദ്ധി ഉപയോഗിക്കാൻ അറിയാവുന്നവന് അതിനിസാരമായി കയറ്റാനുള്ള വിദ്യ അന്ന് അറിയില്ല എന്ന് പറയുന്നവനാണോ മൂഢൻ എന്നാണ് ആലോചിക്കുന്നത്. കാരണം നമ്മൾ പലതും ബുദ്ധിപൂർവ്വം വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ നമ്മുടെ പരിമിത ബുദ്ധിയിൽ നിന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. എത്രയോ കൊട്ടാരക്കെട്ടുകൾ ബേലൂരിൽ, ഹലേബീഡുവിൽ, മഹാബലിപുരത്ത്, ഹോസ്പേട്ടയിൽ, ഹംപിയിൽ. ഒന്നാമത് ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ഒരു 8 വയസ്സിൽ, നിഷ്കളങ്കതയുള്ള 7-8 വയസ്സിൽ ഭാരതം നടന്നു കാണും. ദൈവാധീനത്തിന് നമ്മുടെ നാട്ടിലെ പിള്ളേർക്കതിന് യോഗമില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും കാശുകൊണ്ടാണ് പുട്ടടിക്കുന്നത് വരെ. പിന്നെ എങ്ങനെ പോകാൻ പറ്റും? ഒരു ഹിലെയർ ബെല്ലക്കിനോ സോമർസെറ്റ് മോമിനോ TH ലാറൻസിനോ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യക്കാരന് പറഞ്ഞിട്ടുള്ളതല്ല. ഞാനങ്ങനെ സഞ്ചരിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഒരു 7-8 വയസ്സിൽ നിങ്ങളുടെ കുട്ടികളെയെങ്കിലും ഭാരതം കാണാൻ വിടണം. നിങ്ങളൊന്നും പഠിപ്പിക്കണ്ട, സ്കൂളിൽ വിടണ്ട, അവൻ ജീവിച്ചോളും. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ അവനെ കൊണ്ടുപോയി നേരിട്ട് കാണിക്കുക, അല്ലാതെ പുസ്തകം വായിച്ച് കാണാൻ പഠിപ്പിക്കുകയല്ല. നേരിട്ട് കാണുക. എന്തോ കൊണാർക്കിലും ഐഹോളിലും പട്ടടക്കല്ലിലും ശിലകളിലും മറ്റും ദേവതാളങ്ങൾ ആലപിക്കുമ്പോൾ അത് ചെവി കൊണ്ടൊന്ന് കേൾക്കാൻ, അവിടുത്തെ പ്രകൃതിയും അവിടുത്തെ മനുഷ്യനും അവിടുത്തെ ജീവജാലങ്ങളും അവിടുത്തെ ശിലകളും ഇഴുകിച്ചേർന്ന് നിൽക്കുമ്പോൾ ഒന്ന് സഞ്ചരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യമാവും, ഇന്ന് കാണുന്ന എല്ലാ സാങ്കേതിക വിദ്യയെയും വെല്ലുന്നത് പലതും ഈ നാട്ടിലുണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് അതൊന്നും കൈകൊണ്ട് എഴുതിയതല്ലെന്നാണ്. എനിക്കങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അത് വിശ്വാസം മാത്രമാണ്, നിങ്ങൾ തെളിവായൊന്നും എടുക്കണ്ട. കാരണം വിശ്വാസത്തിന് എല്ലാ യുക്തിയേക്കാളും ശക്തി കൂടുതലാണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. യുക്തി വിശ്വാസമാകുന്നില്ലെങ്കിൽ അന്ധമാണ്. വിശ്വാസമായി ഉറച്ചിട്ടുള്ളത് യുക്തിപൂർവം അല്ലെങ്കിലും അത് ആനന്ദമാണ്. നിങ്ങൾക്ക് സമ്മതമാകുമെന്നറിയില്ല. ഏത് കർമ്മവും ചിന്തയില്ലാത്തത് അപകടമാണ്. ചിന്ത കർമ്മമില്ലാതെ വന്നാൽ മറ്റുള്ളവർക്കെങ്കിലും അപകടമില്ല. നെഹ്റു അങ്ങനെ പറഞ്ഞിട്ടുമുണ്ടെന്ന് തോന്നുന്നു. ആക്ഷൻ വിത്തൗട്ട് തോട്ട് ഈസ് ഫോളി ആൻഡ് തോട്ട് വിത്തൗട്ട് ആക്ഷൻ ഈസ് അബോർഷൻ. ചോദ്യത്തിന് ഉത്തരമായോ എന്ന് എനിക്കറിയില്ല. ഞാനത് പറഞ്ഞു. ഞാൻ വളരെ ഇതായിട്ട് പറയും. കാരണം മനുഷ്യ മനസ്സ് നിങ്ങൾ ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വശത്തായിരിക്കണം, മനസ്സ് വശത്തായിരിക്കണം. കാരണം ബുദ്ധിയുടെ തലം വരെ എത്തിക്കഴിഞ്ഞാണ് ധ്യാനം. ശരീരം വശത്തായിരിക്കണം. ശരീരം വശത്താകാതെ, ഇന്ദ്രിയങ്ങൾ വശത്താകാതെ, മനസ്സ് വശത്താകാതെ നിങ്ങൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ
നിങ്ങളുടെ പൂർവ്വകാല ക്രിയകളും പൂർവ്വകാല അനുസാരിയായ ചിന്തകളും നിങ്ങളുടെ പിതൃപൈതാമഹ സംപ്രാപ്തമായ ചിന്തകളും എരച്ച് കയറി വരുമ്പോൾ നിങ്ങൾ ഈ ചിന്തയെ വേട്ടയാടാൻ പോകുന്നതിന് വേണ്ടി വരുന്ന ഊർജം നിങ്ങൾ കർമ്മത്തിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ശാരീരികമായ ദമ്പതിക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ ചെലവാകുന്നതിനേക്കാൾ കൂടിയ ഊർജമാണ് സ്ത്രീയെ ചിന്തിച്ചൊരു പുരുഷൻ ഇരിക്കുകയോ പുരുഷനെ ചിന്തിച്ചൊരു സ്ത്രീ ഇരിക്കുകയോ ചെയ്യുമ്പോൾ ചെലവാകുന്ന ഊർജം. മനസ്സിലായോ എന്നറിയില്ല. ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം പറയണമെന്ന് വെച്ചാണ് ഈ ഉദാഹരണം തിരഞ്ഞെടുത്തത്. കാരണം ഈ ഉദാഹരണമാണ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുക. കാരണം ഇന്ന് ഇൻ്റർനെറ്റൊക്കെ ധാരാളമുള്ള കാലമാണ്. മിക്കവാറും ആശ്രമങ്ങളിൽ ഉൾപ്പെടെ സ്വാമിമാരുൾപ്പെടെ ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലാണ്. അതുകൊണ്ട് വരുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഏകാഗ്രത അവർക്ക് നഷ്ടമാണ്. കുടുംബജീവിതത്തിലാണെങ്കിൽ കാരണം സ്ത്രീ പുരുഷ ബന്ധങ്ങളൊന്നും ഇന്ന് ചാരുവല്ല. കാരണം പുരുഷന്മാർ 90% എന്ന് വേണമെങ്കിൽ കേരളത്തിൽ ചെറുപ്പക്കാരെ എടുത്ത് പറയാം. അവർ അതൃപ്തരും വിരക്തരുമാണ്. കുടുംബജീവിതം അസാധ്യമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ബൗദ്ധികമായ തലങ്ങളിൽ ചിന്ത എരച്ച് കയറി വരുമ്പോഴാണ്. അപ്പോൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഇതെല്ലാം കയറി വരാൻ തോന്നും. മാത്രമല്ല മണിക്കൂറുകളൊക്കെ ധ്യാനിക്കുന്ന ആളുകൾ, ഞാൻ 1 മണിക്കൂർ ധ്യാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്നെ പോലുള്ളവർക്ക് ചിരിയാണ് വരുന്നത്. 1 സെക്കൻഡ് ധ്യാനിക്കാൻ പറ്റുക, 1 സെക്കൻഡ്. കാരണം കയറി അങ്ങ് ഇരുന്ന് ധ്യാനിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഉടനെ ശരീരം പറയാൻ തുടങ്ങും, അതിനോട് വിയോജിപ്പോടുകൂടി. അപ്പുറത്ത് ഭാര്യ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തിന്നാനാകുന്ന നേരം വരെ ധ്യാനിക്കാനിരിക്കുന്നവൻ കാര്യം ചമ്പ്രം പിടിഞ്ഞൊക്കെ ഇരിക്കാം, മുദ്രയൊക്കെ കാണിക്കാം, വലിച്ചു നീട്ടിയിരിക്കാം, വല്ലവനും ജനലിൽ കൂടെ നോക്കിയാൽ നല്ല ധ്യാനത്തിലാണ്. കഴിഞ്ഞാൽ ഇഡ്ഡലിയും ദോശയ്ക്കും വഴക്കും ഉണ്ടാക്കാം. ഞങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒരു ലിസ്റ്റ് തന്നിരുന്നു. പൂ പോലുള്ള ഇഡ്ഡലി, ചായ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വിളമ്പിത്തരുന്നതിനുള്ള ആളുകൾ ഇതൊക്കെ ലിസ്റ്റായിട്ട് തന്നു കഴിഞ്ഞ് ഞങ്ങളൊന്ന് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മുറിയങ്ങ് അടയ്ക്കും, അകത്ത് കയറിയിരിക്കും. അത് സ്വല്പം ചാരിയിടും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ വെന്റിലേഷൻ തുറന്നു കിടക്കും. നിങ്ങളും വളരെ മിടുക്കന്മാരാണ്. സ്വാമി എങ്ങനെയാണ് ധ്യാനിക്കുന്നതെന്നറിയാൻ വെന്റിലേഷനിൽ കൂടെ വലിഞ്ഞു കയറി നോക്കും. അപ്പോൾ സ്വാമി ഒരേ ഇരിപ്പിൽ 1.5 മണിക്കൂറാണ് കണ്ണടച്ചത്. ഈ 1.5 മണിക്കൂർ വരെ ഒരുപാട് കാര്യങ്ങൾ കയറി ഇറങ്ങിപ്പോവും. മനസ്സിലായില്ല? ഇതൊന്നും കയറിപ്പോവാതിരിക്കുമെങ്കിൽ കണ്ണ് തുറന്നിരുന്നാലും കയറിപ്പോവില്ല. ഈ പ്രപഞ്ച വിഷയങ്ങൾ അതിൻ്റെ ഇടയിലൂടെ നടന്നു നോക്കുമ്പോഴും കയറാതിരിക്കുമെങ്കിൽ മാത്രമാണ് നിങ്ങൾ ധ്യാനിക്കാനിരിക്കേണ്ടത്. ബി ഇൻ ദ വേൾഡ് ബട്ട് നോട്ട് ഇൻ ദ വേൾഡ്. ലോകത്ത് തന്നെയായിരിക്കുക, ലോകം നിങ്ങളിൽ കയറാൻ അനുവദിക്കാതിരിക്കുക. രാമകൃഷ്ണദേവനെ ഉദ്ധരിച്ചാൽ വള്ളം വെള്ളത്തിലേ ഓടുകയുള്ളൂ, പക്ഷെ വെള്ളം വള്ളത്തിൽ കയറരുത്. അതിന് പറ്റുമെങ്കിൽ ധ്യാനിക്കാനിരിക്കാം, അപ്പോഴേ ധ്യാനിക്കാൻ കയറിയിരിക്കാം. ബാക്കിയൊക്കെ ചെയ്തു, നാമം ജപിച്ചു, ഒരു നഷ്ടവുമില്ല. ആദ്യമൊക്കെ ഉറക്കെ ജപിച്ചു, അതാ നല്ലത്. വേറെ ശബ്ദം കേൾക്കാതിരിക്കും. പതുക്കെ ജപിച്ചാൽ വേറെ ശബ്ദം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നിട്ട് നാമത്തിൻ്റെ കൂടെ ആ ശബ്ദം കലരും. അപ്പോഴാണ് പഴയ കാർന്നവന്മാർ പറയുന്നൊരു ചൊല്ലുണ്ട്, കട്ടെടുത്ത ചേമ്പ് ചുട്ടു തിന്നവൾ ആരടി, രാമ രാമ പാഹിമാം, മുകുന്ദ രാമ പാഹിമാം. നാമം ജപിക്കുന്നതിനിടയിൽ ഈ കട്ടെടുത്ത ചേമ്പ് ചുട്ടു തിന്നതിൻ്റെ ഓർമ്മ വന്നതുകൊണ്ട് അതും കീർത്തനത്തിൻ്റെ കൂടെ പോയി എന്നാണ് പറഞ്ഞ. മനസ്സിലായി? ധ്യാനാത്മകതയിൽ അങ്ങനെ വരും. കാരണം പൂന്താനത്തെ ഇരുന്ന് ചൊല്ലുകയാണ് കാര്യമായിട്ട്. 2-4 ദിനം കൊണ്ടൊരുത്തൻ്റെയൊക്കെ പറയുന്ന പൂന്താനത്തിൻ്റെ ഇതൊക്കെ ചൊല്ലുകയാണ്. അപ്പോഴാണ് അപ്പൂപ്പൻ്റെ കഷണ്ടി കാണുന്നത്. അപ്പോൾ കീർത്തനമൊക്കെ മാറിയത് ഇവൻ തന്നെ അറിഞ്ഞില്ല. കണ്ടങ്ങിരിക്കും തലമുടി, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തൻ്റെ മണ്ടമൈതാനമാക്കുന്നതും ഭവാൻ എന്നായി പോകുന്നത്. ഇത് നമ്മൾ മനഃപൂർവ്വമൊന്നും ആക്കുന്നതല്ല. കാരണം ചുറ്റുപാടുകൾ നമ്മളെ അങ്ങനെ ആക്കും. ചുറ്റുപാടുകൾ അങ്ങനെ ആക്കാതാകണമെങ്കിൽ നാം ഉറക്കെ ജപിക്കുക. പയ്യെ പോയാൽ മതി. ഇന്ന് ഈ ജന്മത്തിൽ പോയില്ലെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ പോകാം. ഇത് ആളുകൾക്കെല്ലാം വല്ലാത്ത തിരക്കാണ്. ഈ ആധ്യാത്മിക സാധനയിലെ അവസാനത്തെ സാധനം
ഈ ജീവിതത്തിൽ ഒരുപാട് കർമ്മവിശേഷങ്ങളിൽപ്പെട്ടിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ നേടും. അതിനുള്ള മന്ത്രദീക്ഷകളാണ് ഞങ്ങളീ തരുന്നത്. നിങ്ങളാണെങ്കിൽ അതിനുള്ള കാശും തരും. സോ ഇറ്റ്സ് എ കോർപ്പറേറ്റ് സ്പിരിച്വാലിറ്റി. മതിയാവും തോന്നുന്നു. സ്വച്ഛന്തമായി വന്നു ചേരുകയാണ് അതിനെടുപ്പോഴി. അത് നിങ്ങൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, അതിൽ ആ ധാരണ വരെ ക്രമമായി വന്ന് കഴിയുമ്പോൾ അകത്ത് നീങ്ങോട്ട് വരുന്നതാണ് ധ്യാനാത്മകത. അപ്പം നിങ്ങളെ നോക്കിയാൽ അറിയാം, നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അതിലൊരു പ്രശാന്തവാഹിതയുണ്ടാകും. ചുറ്റുപാടുകൾ നിങ്ങളെ അത്ര വേഗമൊന്നും ചലിപ്പിക്കില്ല. അപ്പോൾ വീട്ടുകാരാണെങ്കിലും പറയാൻ തുടങ്ങുക, അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുകയാണ്. ഒന്ന് കുലുങ്ങണല്ലോ ഈ മനുഷ്യൻ. ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് എന്തെല്ലാം കാണിച്ചിട്ട് ഒരനക്കമില്ല, അതിലും അനക്കമില്ല. അത് പറഞ്ഞ അനങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അത്തരൊരു പ്രശാന്തമാക്കിത്തവർ മറ്റതൊക്കെ പരിശീലിപ്പിക്കാം. ഇത് പരിശീലിപ്പിക്കാണ്ട് ഇത് തന്നെ അങ്ങ് വരും. കുറേ കാര്യങ്ങൾ തന്നെ വരണം, കുറേ കാര്യങ്ങൾ പരിശീലിപ്പിക്കാം. നിങ്ങൾക്ക് ലോ ബുക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം, മനസ്സിലായില്ല? അവിടെ കയറി നിൽക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പദങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അത് നിങ്ങളുടെ പരിശീലനവും കാര്യവും ഒക്കെ അതിന് സഹായകമാണ് എന്ന് പറയാം. കാരണം അവിടെ കയറി നിൽക്കുമ്പോൾ വാക്ക് വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. മിസ്കോട്ട് ചെയ്തുവരെ ജഡ്ജിയെ പറ്റിക്കാം. കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരെണ്ണം മിസ്കോട്ട് ചെയ്ത് ശരിയാക്കി എടുത്താൽ മോളിൽ ചെല്ലുമ്പോഴേക്ക് രക്ഷപ്പെടുക. മിസ്കോട്ട് ചെയ്തതാണെന്ന് അങ്ങേര് പോലും അറിയില്ല. അതിൻ്റെ പ്രസൻറ്റേഷൻ്റെ പ്രത്യേകത കൊണ്ട് അത് പഠിപ്പിച്ചു വിടാൻ പറ്റുമോ? അതൊക്കെ സമർത്ഥന്മാർ ചിലപ്പോൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് പറയുന്ന പോലെയാണ് ധ്യാനവും. ധ്യാനം എന്ന് പറയുന്നത് പരിശീലിപ്പിക്കേണ്ട ഒന്നല്ല. ധ്യാനത്തിന് തൊട്ട് മുമ്പ് വരെ പരിശീലിപ്പിക്കുക, വിടുക. പിന്നുള്ളത് ഇവൻ തന്നെ ചെയ്യും. ക്ലിയർ? സനാതന മൂല്യം നമ്മൾ നിലനിർത്തണ്ട, കാരണം അത് സനാതനമാണ്. അതായത് അതിൻ്റെ ഉദാഹരണം പറയാവുന്നത്, നിങ്ങൾ പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ, പശ്ചിമഘട്ടം നിങ്ങൾ തുറന്നാൽ അതിൽ മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട്. അപ്പോൾ അത് പണ്ട് മലയായിരുന്നില്ല. പണ്ട് വേറെ എവിടെയോ ഉള്ളൊരു മല ഇതുപോലെ കുറേ പേര് കയറി നശിപ്പിച്ചപ്പോൾ അവനെ ഉൾപ്പെടെ തൂക്കിക്കൊണ്ടുപോയതാണ് ആ അവശിഷ്ടങ്ങൾക്ക് കാരണം. മനസ്സിലായില്ല? പശ്ചിമഘട്ടം സനാതനമാണ്, അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെയുണ്ട്. മനസ്സിലായില്ല? ഇനി അവിടെ കയറി നശിപ്പിക്കാൻ ചെന്നാൽ നിങ്ങൾ ഉൾപ്പെടെ അങ്ങ് തീർന്ന് ഇതിൻ്റെ ഭാഗമാകുമെന്ന് മാത്രമല്ലാതെ സനാതനധർമ്മത്തെ ലച്ചിപ്പേൻ എന്ന് പറഞ്ഞ് ചാന്നാനായി പോകണ്ട. പകരം എനിക്ക് സനാതനധർമ്മത്തെ ഉൾക്കൊള്ളണമെന്ന വിനയത്തോടെ പോയാൽ സനാതനധർമ്മത്തിലെ അംശങ്ങൾ എനിക്ക് പഠിക്കണം, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം, എൻ്റെ പാരമ്പര്യത്തിൽ ഇതുണ്ടാവണം എന്നതാണ് എളുപ്പവഴി. മറ്റത് സനാതനമാണ്. സനാതനം രക്ഷിക്കാൻ വഴിയുമായി ആരെങ്കിലും പോകുന്നുവെന്ന് പറയുന്നത് തന്നെ അത് സനാതനമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. മനസ്സിലായില്ല? കാരണം ഞാൻ സനാതനധർമ്മത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ സനാതനം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പക്ഷെ നമുക്ക് ആവശ്യമാണ്, നമ്മൾ രക്ഷപ്പെടാൻ, സനാതനിയാവാൻ അത് പഠിക്കണം. ക്ലിയർ?
പഠിക്കാനൊരു താല്പര്യം വന്നു കിട്ടിയാൽ പെട്ടെന്ന് പഠിക്കും. ചില ഗ്രന്ഥങ്ങൾ കൂടുതലും സംസ്കൃതത്തിലാണ്. അതിൻ്റെ കോറ് കിട്ടണമെങ്കിൽ ഒരല്പം സംസ്കൃതം വേണം. നിങ്ങൾക്കത് ബുദ്ധിമുട്ട് വരില്ല. നിങ്ങൾക്കതിനൊരു എളുപ്പവഴിയുണ്ട്. നിങ്ങൾ വക്കീലന്മാർക്ക് നിങ്ങളാദ്യം ഇന്ത്യ സ്വതന്ത്രമാകുന്ന കാലത്തെ അതിപ്രശസ്തങ്ങളായൊരു 3-4 വിധികളുണ്ട്. അവയെല്ലാം സംസ്കൃതത്തിലാണ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം സാങ്കേതികമായിരിക്കുന്ന ഒന്ന് മനസ്സിലാകുമ്പോൾ ഭാഷ അതിൻ്റെ കൂടെ മനസ്സിലാവും. ഭാഷ മനസ്സിലായിട്ട് സങ്കേതം മനസ്സിലാകാൻ ശ്രമിച്ചാൽ ഒരുപാട് കാലമെടുക്കും. മനസ്സിലായോന്നറിയില്ല. പിന്നെ നിങ്ങൾക്ക് മിതാക്ഷര മുതലായ മനുസ്മൃതിയുടെ വ്യാഖ്യാനങ്ങൾ പഠിക്കുന്ന കാലത്ത് അല്പം റെഫറൻസൊക്കെ കാണും. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ ദായക്രമങ്ങളിലൊക്കെ ഉണ്ട് നന്നായിട്ട്. മിതാക്ഷരയും ദായഭാഗയുമാകുന്ന ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. യാജ്ഞവൽക്യനും നാരദനും ശുക്രനീതിയും ഒക്കെ അംബേദ്കർക്ക് നന്നായി അറിയാമായിരുന്നു. അംബേദ്കറെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണൊരു അപകടം. കാരണം ഇന്ത്യയുടെ രാഷ്ട്രഭാഷ സംസ്കൃതമാക്കണമെന്ന് പറഞ്ഞത് 2 പേരാണ്. അതൊന്ന് അംബേദ്കറാണ്, 2 അബ്ദുൽ കലാം ആസാദാണ്. 2 പേരും ഇതിന് ബാഹ്യമാണ് ഒരർത്ഥത്തിൽ. ആം ഐ റൈറ്റ്? എന്നാൽ ജന്മബ്രാഹ്മണരുൾപ്പെടെയാണ് അതിനെതിരെ നിന്നത്. നെഹ്റു ഉൾപ്പെടെയുള്ളവരാണ് അതിനെതിരെ നിന്നത്. ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഷ്ട്രഭാഷ സംസ്കൃതം മാറി ഹിന്ദിയാകുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം. 2, നിങ്ങളുടെ രാഷ്ട്രം ജനാധിപത്യത്തിലൂടെയല്ല ആദ്യം കടന്നു വന്നത്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെളിയിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ ലീഡേഴ്സായിരിക്കുന്ന കുറേ പേരെ ചേർത്ത് വെച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കാതെ ഉണ്ടാക്കിയ ഭരണമാണ് ആദ്യത്തെ ഇന്ത്യൻ ഭരണം. അവിടെ പിന്തുടർച്ചയായി വരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസാണ്, പിന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അന്നു മുതൽ ഇന്നു വരെ നിങ്ങളുടെ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരുൾപ്പെടെ ഒരു വാക്ക് പുറത്തേക്ക് ഉച്ചരിക്കണമെങ്കിൽ ബ്യൂറോക്രസി തീരുമാനിക്കുന്നതേ ഉച്ചരിക്കുകയുള്ളൂ. ഇന്ത്യ ജനാധിപത്യ ഭരണത്തിലല്ല, ബ്യൂറോക്രസിയുടെ ഭരണത്തിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതി ബഹുമാന്യനായ കലാം വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തെ നിന്ദിച്ചത് ഈ രാജ്യത്തിനൊരു പ്രശ്നവുമല്ലാത്തപ്പോൾ ന്യായമായ ഒരു കാരണത്തിന് ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ ബ്യൂറോക്രസി വളരെ ശക്തമായതുകൊണ്ടും കുടുംബത്തിൽ തന്നെ 3 പേർ ആ വഴിയിലുള്ളത് കൊണ്ടുമാണ് പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ വിറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഓടുന്നത്. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകാം എൻ്റെ വാക്കുകളോട്. നിങ്ങൾക്ക് ആലോചിക്കാം. കാരണം നിങ്ങൾ നല്ലപോലെ മനസ്സും ബുദ്ധിയും പ്രയോഗിക്കുന്ന, കോടതികളിൽ ഘോരം വാദിക്കുന്ന ആളുകളാണല്ലോ. നിങ്ങളുടെ തലച്ചോറ് നല്ലപോലെ മതിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം. അത്തരൊരു പ്രക്രിയയിലൂടെ ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ സനാതന മൂല്യങ്ങളെ പഠിക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് വരണം എങ്കിൽ വിശ്വാസധാര വളരെ ശക്തമായിരിക്കണം. താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആദ്യം നിങ്ങൾ കിട്ടാവുന്ന ഈ നിങ്ങളുടെ തൊഴിലും നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മുഴുവൻ എടുത്തു വെച്ച് നോക്കുക. മാത്രമല്ല പലതും നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിനകത്ത് പ്രയോജനപ്പെടുകയും ചെയ്യും. മാത്രവുമല്ല എത്ര ശക്തമായിരുന്നു പ്രാചീന നിയമങ്ങൾ എന്ന് നിങ്ങൾക്ക് ബോധ്യം. നിങ്ങളുടെ ഒപ്പം ഉള്ള ഒരമ്മ ഒരു സമയത്ത് മനുസ്മൃതി കത്തിക്കണമെന്ന് പറഞ്ഞത് പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രശ്ചസ്തവിരേ കാലെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് കണ്ടിട്ടാണ്.
അതൊരു നിയമഗ്രന്ഥമാണെന്ന് അമ്മ മറന്നുപോയി. നിയമം സാധുവാകുന്നത് അതിൻ്റെ വ്യാഖ്യാനത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇൻ്റർപ്രട്ടേഷൻ ഈസ് ലോ. ഇന്ത്യ സ്വതന്ത്രമാണ്, റിപ്പബ്ലിക്കാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന പൗരൻ പ്രസിഡൻ്റാണ്. Am I right? Am I right? അദ്ദേഹം പാർലമെൻറ്റിൽ വരുമ്പോൾ ഒരു പറ്റം അംഗരക്ഷകരോടൊപ്പമാണ്. സ്റ്റേറ്റുകളിലേക്ക് പോകുമ്പോൾ ഒരു പറ്റം അംഗരക്ഷകരോടൊപ്പമാണ്. വിദേശങ്ങളിൽ പോകുമ്പോൾ ഒരു പറ്റം അംഗരക്ഷകരോടൊപ്പമാണ്. അദ്ദേഹം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു സമ്മേളനത്തിൽ വന്ന് നിങ്ങൾക്ക് പരിചയമുള്ള അദ്ദേഹം വന്നിരിക്കണമെങ്കിൽ 3 കാറുകൾ അദ്ദേഹത്തെ പോലെ ആളെ ഇരുത്തി മുമ്പോട്ടും പുറകോട്ടും പോകണം. അദ്ദേഹത്തിൻ്റെ മുമ്പിലും പുറകിലും അംഗരക്ഷകരുണ്ടാകണം. അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ ആദ്യം വളരെ കൂടിയ 2 ഓഫീസർമാർ ചെന്ന് മൂത്രപ്പുരയും ചുറ്റും പരിശോധിച്ച് ചുറ്റും തോക്കുമായി നിന്നിട്ട് വേണം അദ്ദേഹം അകത്ത് കയറി കതകടച്ചൊന്ന് മൂത്രമൊഴിക്കാൻ. അദ്ദേഹത്തിന് ശബ്ദം കൂട്ടി ഒരു അധോവായു വിടാൻ നിവൃത്തിയുണ്ടാവില്ല. ഇത്രയും വലിയ അസ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. Am I right? എന്തുകൊണ്ടാണ് ഒരു നിയമഗ്രന്ഥത്തിൽ സ്ത്രീക്ക് ഇത്രയും വലിയ പരിഗണന നൽകിയപ്പോൾ സ്ത്രീകൾ പോലും അത് ഉൾക്കൊള്ളാതെ പോയത്? പിതാവ് മകളെ രക്ഷിക്കണം എന്നെഴുതിയാൽ തൻ്റെ ജീവൻ ബലികഴിച്ചും മകളെ രക്ഷിക്കണം പിതാവെന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. Am I right? അവിടെ പിതാവിനാണോ അസ്വാതന്ത്ര്യം, മകൾക്കാണോ? ആസ് പെർ ഇൻ്റർപ്രട്ടേഷൻ. നിങ്ങളുടെ പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകൻ മരിച്ചാലും പ്രസിഡന്റിനെ രക്ഷപ്പെടുത്തണം. പ്രസിഡന്റിന് വല്ലതും പറ്റിയാൽ ഇവൻ ഉത്തരം പറയണം. Am I right? അപ്പോൾ പിതാവാണ് രക്ഷിക്കേണ്ടത്. ഭർത്താവ് സ്ത്രീയെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. അച്ഛൻ മകളെ രക്ഷിക്കണം, ഭർത്താവ് ഭാര്യയെ രക്ഷിക്കണം, മകൻ അമ്മയെ രക്ഷിക്കണം. സർവകാലത്തും സ്ത്രീ രക്ഷിക്കപ്പെടേണ്ടവളാണ്. അങ്ങനെ അല്ലാന്ന് സ്ത്രീകളെല്ലാം കൂടെ വാദിച്ചപ്പോൾ ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. കോടതിയിൽ വരെയെന്നാണ് കേൾക്കുന്നത്. നേരോ നുണയോന്നറിയില്ല. മറുപക്ഷവുമുണ്ട്. കാരണം പ്രസിദ്ധങ്ങളായ 2 മന്ത്രിമാരുടെ കേസുകളോട് ബന്ധപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ട് സംശയം ആ വഴിയിലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതുകൊണ്ട് ആലോചിച്ച് നോക്കാം. മതിയാവുന്നതായിരിക്കും. ഇതേ പ്രാചീന നിയമത്തിൽ തന്നെ ഒരു പുരുഷന്റെ മൊഴിക്ക് തുല്യമായി 2 സ്ത്രീകളുടെ മൊഴി വേണമെന്നൊരു പരാമർശം. അതിന് പ്രത്യേക കാരണമുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ പൊതുവെ കുടുംബം, ഭർത്താവ്, പിതാവ്, മക്കൾ, താൻ ജോലി ചെയ്യുന്ന സ്ഥലം, തന്നോട് പ്രിയപ്പെട്ടവർ, ഇവർക്ക് വേണ്ടി സ്വാഭാവികമായി കള്ളം പറയുമെന്ന്. ഇന്ന് പുരുഷൻ അങ്ങനെ പറയുന്നതിന് കാരണം ഹോർമോൺ മാറിയതുകൊണ്ട് പലരും പുരുഷന്മാരല്ല. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ അറിയാം. FSH, LSH ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാരാണ്. പല സ്ത്രീകളും ഇന്ന് പുരുഷന്മാരാണ്. ഹോർമോണിൻ്റെ ഇംബാലൻസ് ഇന്ന് 2 കൂട്ടരെയും ബാധിച്ചിട്ടുണ്ട്. അന്ന് പൂർണ്ണതയിൽ സ്ത്രീ ഹോർമോണുകൾ കൂടുതലായി നിൽക്കുമ്പോൾ കളവ് പറയും എന്നുള്ളത് കൊണ്ടാണ് 2 പേർ പറയണമെന്ന് ആ മനഃശാസ്ത്രം വെച്ചുകൊണ്ട് പറഞ്ഞത്. അത് സ്ത്രീകളെ നിന്ദിക്കാൻ പറഞ്ഞതല്ല. പലപ്പോഴും അവർ അത് നിങ്ങൾക്ക് ഇന്ന് അന്നത്തേക്കാൾ കൂടുതൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാധാകൃഷ്ണൻ കൊടുത്ത മൊഴിയും സരിതാ നായർ കൊടുത്ത മൊഴിയും എത്ര പ്രാവശ്യമാണ് മാറിയത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. മനസ്സിലായില്ല. കവിതാപിള്ള കൊടുത്തത് എത്ര പ്രാവശ്യമാണ് മാറിയത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. അതിന് കാരണം
പല ഉയരങ്ങളിലേക്കും എത്തുവാൻ സ്ത്രീകളുടെ ആഗ്രഹം കൊണ്ടാണ് പുരുഷൻ പോലും വശംവദനായിത്തീരുന്നത്. സ്വാമിജിമാർ പോലും അതിന് അപവാദമല്ല എന്നുള്ളത് പത്രങ്ങൾ നിർമ്മലാനന്ദയുടെ പേരിൽ യാദൃച്ഛികമായി എൻ്റെ പേര് തന്നെ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. മനസ്സിലായില്ല. എൻ്റെ ഫോട്ടോയും സരിത നായരുടെ ഫോട്ടോയും ചേർത്ത് നെറ്റിലിട്ടു ഒരു പത്രമെന്നുകൂടിയാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ കാണാറില്ലാത്തത് കൊണ്ടും ഞാൻ അതിലൊന്നും കയറാത്തത് കൊണ്ടും എനിക്ക് ഫേസ് ഇല്ലാത്തത് കൊണ്ട് ഫേസ്ബുക്ക് ഇല്ലാത്തത് കൊണ്ടും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ വരുന്നത് ഇത്തരം ഒരു മുഖമാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. അവർ അന്നത്തെ കാലത്തെ നിയമം അനുസരിച്ച് മാത്രവുമല്ല, നിങ്ങൾ ലോകമെമ്പാടും നോക്കുക, പുരുഷന് സ്ത്രീയെ വശീകരിക്കുന്നതിന് വേണ്ടിയുള്ള വേശ്യാലയങ്ങൾ നടത്താനാവില്ല. വികാരമില്ലാതെ ശരീരത്തെയും മനസ്സിനെയും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കഴിയുന്ന വിധം സ്ത്രീ ഉയരെയാണ് പുരുഷനേക്കാൾ. പുരുഷൻ അത്ര ഉയരെയല്ല, പുരുഷൻ വികാരജീവിയാണ്. അതുകൊണ്ടുകൂടിയാണ് അവർ അങ്ങനെ ചെയ്തത്. ക്ലിയർ? ശരീരശാസ്ത്രപരമായി. ലോകസ്ഥിതിയുമായി അത് പൊരുത്തപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കാമ്യകർമ്മമുണ്ട്. അത് വിധി അനുസരിച്ച് ചെയ്യുമ്പോൾ ലോകസ്ഥിതിക്ക് തടസ്സമാവില്ല. വിധി ഇല്ലാതെ ചെയ്യുന്നത്, ഇപ്പം എനിക്കൊരാഗ്രഹമുണ്ട്, കുട്ടികൾ വേണം. ജായാമേ സ്യാദ് അധ പ്രജാം പ്രജായേയ. ഒരു ഭാര്യയെ വേണം, കുട്ടി ഉണ്ടാവണം. ആഗ്രഹമുള്ള ഞാൻ പോയി സന്യസിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കാമ്യകർമ്മമുണ്ട്, കുട്ടി വേണമെന്നുള്ളത്. ഞാൻ താമസിക്കുന്ന ആശ്രമത്തിൽ ആരെങ്കിലും വന്ന് സ്ത്രീകളായുള്ളവർ വരികയോ അല്ലെങ്കിൽ അവിടെ തന്നെ ബ്രഹ്മചാരിണികൾ ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരവസരത്തിൽ അത് എൻ്റെ കാമ്യകർമ്മത്തെ അവിടെ വിനിയോഗിക്കുവാനായി പോകുമ്പോൾ അത് വിധിയാൻ വണ്ണമല്ല. അപ്പോഴാണ് ലോകനീതിക്ക് വിരുദ്ധമാകുന്നത്. വിധിയാൻ വണ്ണം മര്യാദയ്ക്ക് ഞാൻ പോയി ഒരാളെ കണ്ടു, വിധിയാൻ വണ്ണം വിവാഹം കഴിച്ചു, കൂടെ താമസിച്ചു, കുട്ടികളായി, ആർക്കും ഒരു പരാതിയില്ല. ഒരാളും എത്തി നോക്കില്ല. സ്വാമിയാണ് പോകുന്നതെങ്കിൽ കൂടെ ഒരാൾ പോയാൽ ആളുകളൊക്കെ ഒന്ന് എത്തി നോക്കുമ്പോൾ സ്വാമിക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ സ്വാമിയും അവരും തമ്മിൽ വേറെ ബന്ധമൊന്നുമില്ലെങ്കിൽ എത്തി നോക്കിയവനും സ്വാമിക്കും സന്തോഷം. മനസ്സിലായില്ല? ഇല്ലെങ്കിൽ സ്വാമിക്ക് ദേഷ്യം വരും. കാരണം അവൻ വിളിക്കും, പൂച്ച 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 സന്യാസി എന്നൊക്കെ വിളിക്കും. വിളിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുക, മുമ്പേ പോയ ആരെയുമാണ് അവൻ വിളിച്ചത്, നമ്മളെയല്ല വിളിച്ചതെന്ന് ബോധ്യപ്പെട്ട് ചിരിച്ച് കടന്നു പോവാം. മനസ്സിലായില്ല? ഇല്ലെങ്കിൽ അവനിൽ കിടക്കുന്ന ഒരു ജനിതകത്തിൻ്റെ ഓർമ്മയാണ് വിളിച്ചതെന്ന് കടന്നു പോകാം. ഇത് രണ്ടുമല്ലാതെ തിരിഞ്ഞു നിന്ന് അവനെ രണ്ട് ചീത്ത പറയുകയാണെങ്കിൽ കാമ്യകർമ്മം കിടപ്പുണ്ട്. ആ വിളി അവൻ വിളിച്ചത് റൈറ്റാണ്. ഞാനത് വരവ് വെക്കുകയും ചെയ്തു, സ്വീകരിക്കുകയും ചെയ്തു. അത് വിധിയാൻ വണ്ണമല്ല. ക്ലിയർ? ഞാനീ പറയുന്ന ഉദാഹരണങ്ങളിലൊക്കെ അല്പം ഭാഷ കടന്നു പോകുന്നത് ചിലപ്പോൾ പഠിച്ച സ്ഥലത്തിൻ്റെയോ പാരമ്പര്യത്തിൻ്റെയോ ആയിരിക്കാം. രണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിന് പര്യാപ്തമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ആം ഐ റൈറ്റ്? ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ഇരിക്കാം. നിങ്ങളെന്നെ ക്ഷണിച്ചു, ഞാൻ വന്നു. കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണോ ഞാൻ പറഞ്ഞത്? പ്രയോജനമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രയോജനമുള്ള കാര്യങ്ങൾ പഠിക്കുക, വിറകിട്ട തീ പോലെ വളരുക, ഉപസംഹരിക്കുക.